ആരോഗ്യത്തിൽ തുടങ്ങേണ്ട സെഷനാണിത്. അതുകൊണ്ട് മോഡറേറ്റർ ഒന്നും പറയുന്നില്ല. മോഷനെക്കുറിച്ച് ഒരു വാക്യം പറഞ്ഞ് തുടങ്ങാം. പ്രൊഫൈല് ഒന്നും പറയുന്നില്ല. കേരളം അടിസ്ഥാനപരമായി വളരാവുന്ന ജാതിയാണ്. ഇതിനെ പലതരത്തിൽ ഓർപ്പിക്കുന്ന പ്രക്രിയകളാണ് സാമൂഹ്യ ഭാഷയുടെ വരെയുള്ള അതിലേക്ക് ചരിത്രത്തിൻ്റെ പ്രയോജനം അവശേഷം സൂചിപ്പിക്കുന്നത് തന്നെ സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളുടെ പ്രയോജനം എന്ന ചോദ്യത്തിന് ഭൗതികമായ ഒരു ഉത്തരമാണ് ഉള്ള സാമൂഹ്യ ഭാഷ. ഭാഷയെ പ്രഭാഷണം നിർവഹിക്കുന്നതിന് സ്നേഹപൂർവ്വം മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു. Addition, Professor Bharavan, Dr. Nayan, Bhupesh, മലയാള സർവകലാശാലയിലെ മറ്റ് അധ്യാപകരെ, ഗവേഷണ വിദ്യാർത്ഥികൾ, എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഇതുപോലെ ഒരു അവസരം തമിഴ്നാടിൻ്റെ സുഹൃത്ത് അനിൽ മാഷ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള മലയാള സർവകലാശാലയിലെ മറ്റു സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. എന്നോട് ഈ റിസർച്ച് കോൺക്ലേവിൽ സംസാരിക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോഴേക്കും ഞാൻ സജസ്റ്റ് ചെയ്ത ഒരു തീം why do we need social sciences today എന്നുള്ളതാണ്. സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങൾ കൊണ്ട് ഇക്കാലത്ത് എന്ത് പ്രയോജനം? why do we need social sciences today എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് സാമൂഹ്യ ശാസ്ത്രം ആവശ്യമാണ്. അത് ഒരുപക്ഷെ നമ്മളുടെ ഈ സമയത്തിലൂടെയുള്ള എല്ലാവരും തന്നെ സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളിൽ വ്യത്യസ്തമായ വിഷയങ്ങൾ പഠിക്കുന്നവരായതിൻ്റെ പേരിൽ ഒരുപക്ഷെ നമുക്കൊരു കൺസെൻസസ് ഉണ്ടാവുകയായിരുന്നു പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത്. അങ്ങനെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്ക് തോന്നുന്നു, എനിക്കും തോന്നുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണ് അതിൽ ഇഷ്യൂസ് എന്ന് ആണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ പറയുന്ന പല കാര്യങ്ങളും ഇവിടുത്തെ യുവ ഗവേഷകരായിട്ടുള്ളത് ഒരുപക്ഷെ ഇന്നലെ ഇന്നുമായിട്ട് ഇവിടെ പറഞ്ഞില്ല. ഞാൻ അവസാനത്തെ ബലവൻ മാസ്റ്റർ റെസ്പോൺസ് കേട്ടായിരുന്നു. അപ്പോൾ അതിൽ പല പ്രോബ്ലംസ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഞാൻ എൻ്റെ ഗവേഷണ മേഖല എന്ന് പറയുന്നത് ചരിത്ര ഗവേഷണമാണ്. അപ്പോൾ ചരിത്ര ഗവേഷണത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള ചിന്താ പദ്ധതികൾ നിലനിൽക്കുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അവസാനത്തെ 2 പേപ്പറിൽ ലിറ്ററേച്ചർ ആൻഡ് ഹിസ്റ്ററി എന്നുള്ള ഇഷ്യൂ ആണ് ചർച്ചാ വിഷയമായത്. അതോടൊപ്പം തന്നെ ഒരു വലിയ പ്രശ്നമാണ് എനിക്ക് റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് പറഞ്ഞത് ഫിക്ഷനും ഹിസ്റ്ററിയും ബന്ധത്തെക്കുറിച്ചാണ്. ഹിസ്റ്ററി ഏത് അർത്ഥത്തിലാണ് ഫിക്ഷണലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിക്ഷനും ഹിസ്റ്ററി തമ്മിലുള്ള ബന്ധമാണ്. അത് ഹിസ്റ്റോറിയോഗ്രാഫിയിലെ ഒരു വലിയ ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലും മറ്റു പടിഞ്ഞാറൻ നാടുകളിലുള്ള ചരിത്രകാരനെ അംഗീകരിച്ച് വളരെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇരിക്കുന്ന ചെറുപ്പങ്ങളിൽ ഹേഡൻ വൈറ്റിൻ്റെ മാതിരിയുള്ള ഹിസ്റ്റോറിയൻസിൻ്റെ വർക്കുകൾ പരിചയമുള്ളതായിരിക്കും. അപ്പോൾ ഹിസ്റ്ററി ആൻഡ് ഫിക്ഷൻ എന്നുള്ളത് ആ അർത്ഥത്തിൽ നമ്മൾ ഹിസ്റ്റോറിയോഗ്രാഫി പരിചയിക്കുന്ന ഒരു സംഗതിയാണ്. ഞാനത് പറയാൻ ആവശ്യം ഇവിടെ വന്നതിന് ശേഷമാണ്. നേരെ തിരിച്ചുള്ള ഒരു ആലോചന ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം അത് ചേരാൻ തുടങ്ങും ആഗ്രഹിക്കുന്നു. ഹിസ്റ്ററിയും മറ്റ് സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളിൽ വളരെ പ്രശസ്തനായ സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പറഞ്ഞിട്ടുള്ള ഒരു നിരീക്ഷണം, അത് വേൾഡ് സിസ്റ്റം റൈറ്റിംഗ്സിലൂടെ ഫേമസ് ആയിട്ട് പാനൽ വാളസ്റ്റൈൻ്റെ ഒരു
തിയറൈസേഷൻ. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസസ് എന്നുള്ളതാണ്. അത് എല്ലാത്തിനെയും ചരിത്രവൽക്കരിക്കുക എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് സാധാരണ നമുക്കൊക്കെ പരിചിതമാണ്. വാട്ടർ ബെന്യാമിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ സാമൂഹ്യ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ഡൈമെൻഷനിലൂടെ നോക്കിക്കാണണം, അങ്ങനത്തെ ഒരു പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കിക്കാണണം എന്നുള്ള ഒരു ആലോചന ഇമാനുവൽ വാലസ്റ്റ് മുന്നോട്ട് വെക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ട പല കാര്യങ്ങൾ അവസാനത്തെ സെഷനാണ് ഞാൻ കേൾക്കുന്നത്. ഇപ്പോൾ കൊളോണിയലിസത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നടക്കുന്ന സൂചനകളുടെ വിനിമയം, ഇങ്ങനെ പല സംഗതികളും നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ നോവലിൻ്റെ ടെക്സ്റ്റിലായാലും അങ്ങനെ അല്ലാണ്ട് തന്നെ ഹിസ്റ്ററിയിൽ ശരിക്കുള്ള ഹിസ്റ്റോറിയൻ്റെ ക്രാഫ്റ്റ് അനുസരിച്ച് എഴുതിയിട്ടുള്ള ഹിസ്റ്ററിയിലാണെങ്കിൽ തന്നെ ടെക്സ്റ്റ് എന്ന രീതിയിൽ ഒരുപാട് സംഗതികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പുരാരേഖകൾ പഠിക്കുകയാണെങ്കിൽ പുരാരേഖകളിലുള്ള ലിഖിതങ്ങളെല്ലാം തന്നെ ടെക്സ്റ്റുകളാണ്. ആ ടെക്സ്റ്റുകൾ എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷയും അതിന് തിരഞ്ഞെടുക്കുന്ന വാക്കുകൾ, വാക്യഘടനകൾ, ഇതെല്ലാം തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. സാധാരണഗതിയിൽ ചരിത്രകാരന്മാർ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള ചരിത്രം എടുത്തിൽ ആളുകളോട് ശ്രദ്ധിക്കാറ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേറ്റാബേസ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ആളുകൾ കാണുന്നത്. പക്ഷേ ആ ഡേറ്റാബേസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഒരു വലിയ പ്രശ്നം. അപ്പോൾ ഏതൊരു ചരിത്ര രേഖയായാലും ഇപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഈ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ഒരു വെറ്റില കൃഷിയെക്കുറിച്ച് പറയുകയാണ്. ഇപ്പം ഞാൻ ആ ഹിസ്റ്ററി നോക്കിയിട്ടില്ല. പക്ഷേ ദാറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ടു ലുക്ക് അറ്റ് ഹൗ മെനി പീപ്പിൾ ഹാവ് റിട്ടൺ അബൌട്ട് ദിസ്. വി ഹാവ് നോ ഐഡിയ. സോ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഒരു അറിയില്ല. അപ്പം ഞാൻ അനിൽ മാസ്റ്റർ സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ എന്തുകൊണ്ട് ഒരു പ്രദേശത്തിൻ്റെ ഒരു അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഒരു പ്രത്യേകമായിട്ടുള്ള കാർഷിക രീതി ഇവോൾവ് ചെയ്യും. അതിനൊരു ഹിസ്റ്ററി എഴുതുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കൃഷിയെ സംബന്ധിക്കുന്ന രേഖകൾ ലഭ്യമാണ് എങ്കിൽ ആ രേഖകളുടെ സൂക്ഷ്മ പഠനം എന്ന് പറയുന്നത് ഒരു ഫുട് നോട്ട് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, പക്ഷെ ആ രേഖ എങ്ങനെയാണ് വിവിധ തരത്തിലുള്ള ഭാഷയുടെ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതപ്പെട്ടത് എന്ന് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വേറൊരു തരം ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് ഒരേ സമയം തന്നെ ഹിസ്റ്റോറിസൈസ് ചെയ്യാനുള്ള ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസ് സംബന്ധിക്കുന്നുണ്ടാവും, ഭാഷയുടെ ഒരു ഘടനയെക്കുറിച്ചുള്ള ആലോചന ഉണ്ടാവും, അതുപോലെ തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു കാര്യം. അതൊരു പ്രദേശത്തിൻ്റെ അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷനിൽ എമർജ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കാർഷിക രീതിയെക്കുറിച്ചുള്ള ഒരാലോചന. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആലോചിക്കുകയാണ് എങ്കിൽ കാർഷികമായിട്ടുള്ള അവസ്ഥകളുടെ ചരിത്രമായാലും ഏത് തരത്തിലുള്ള സാഹചര്യങ്ങളുടെ ചരിത്രമായാലും അതിനെ ഹിസ്റ്റോറിസൈസ് ചെയ്യുകയും ആ ഹിസ്റ്റോറിസൈസ് ചെയ്യുന്നതിലൂടെ ഒരു പക്ഷേ നമ്മൾ എമർജ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇമാനുവൽ വാലസ്റ്റൈൻ പറയുന്നത് പോലെ ഒരുതരം ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസ് ആയിരുന്നു. ഇതാണ് ഞാൻ മുന്നോട്ട് വെക്കാനായിട്ട് ആലോചിക്കുന്ന ആദ്യത്തെ ഒരു ആശയം. ഈ ഒരു ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസ് എന്നത് ചരിത്രപരമായ സാമൂഹ്യ ശാസ്ത്രം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഇവിടെ തന്നെ സൂചിപ്പിച്ച ചില ഉദാഹരണങ്ങൾ നിങ്ങൾ തന്നെ സഹപ്രവർത്തകർ അവിടെ പ്രസൻറ്റ് ചെയ്ത പേപ്പറുകൾ ആലോചിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ ഒരു നോഷൻ വെച്ചുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി പഠിക്കാനായിട്ട് സാധിക്കും. എന്താണ് ജാതിയെക്കുറിച്ചുള്ള സൂചനകളുണ്ടായി, കുടുംബങ്ങളെക്കുറിച്ച്, മനുഷ്യബന്ധങ്ങളെക്കുറിച്ച് പലതും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ സോഷ്യോളജിയുടെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെങ്കിൽ ഏത് തരത്തിലാണ് സാമൂഹിക ബന്ധങ്ങൾ എമർജ് ചെയ്യുന്നത്, അത് മാറ്റത്തിന് വിധേയമാകാതിരിക്കുകയോ ചെയ്യുന്നു. ഇങ്ങനെ വളരെ പ്രസക്തമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അത് നമ്മളെ കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ പഠിക്കുന്ന അല്ലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അപ്പാരൻ്റായിട്ട് കാണുന്ന കുറേ കാര്യം ഇന്നത്തെ വേണമെങ്കിൽ നമ്മൾ വളരെ ദൈനംദിനമായി കാണുകയോ കേൾക്കുകയോ ചെയ്യുന്ന ചരിത്രപരമായിട്ടുള്ള അതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ആശയവിനിമയങ്ങൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തെ സംബന്ധിച്ചാണ് ഒരുപാട് വ്യവഹാരങ്ങൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ച് തന്നെ പലതരത്തിലുള്ള ഇന്ത്യയിലെ ഒരു
പൗരാണികമായിട്ടുള്ള നാഗരികതയെക്കുറിച്ച് അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തെ നാഗരികതയെക്കുറിച്ച് എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇത് നമ്മൾ കാണുന്നു. പക്ഷേ ഒരു ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചരിത്ര വിജ്ഞാനത്തിൻ്റെ പങ്കെന്താണ്? ആ ചരിത്ര വിജ്ഞാനം എന്നത് ഒരു അടിസ്ഥാനപരമായി നമ്മൾ ആലോചിച്ചാൽ യഥാർത്ഥത്തിൽ ഒരു വളരെ ഏറെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു വ്യാവഹാരിക മണ്ഡലമായിട്ട് നിൽക്കുന്നതായി കാണാം. പക്ഷെ അതേസമയം തന്നെ ശാസ്ത്രീയ ചരിത്ര രചനയിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നിൽക്കുന്നത്. അത് എന്നാൽ ഈ പ്രായോഗിക അർത്ഥത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പലതരം സംഗതികൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ഇന്ത്യയാണ് ജനാധിപത്യത്തിൻ്റെ മാതാവ് എന്ന് പറയുന്നത്. സത്യത്തിൽ ആരും ജനാധിപത്യത്തിന് പിതാവുണ്ടെന്ന് ചോദിക്കാൻ ഇത് വലിയൊരു സന്തോഷമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ആലോചിക്കാൻ നമുക്കറിയാം, അത് വളരെയേറെ പണിയായിട്ടുള്ളൊരു ഏർലി 20th century ഡിബേറ്റ് സത്യം പറയുന്നത്. അതായത് കാര്യമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ചരിത്ര പിന്തുണയും ഇല്ലാത്തൊരു ആർഗ്യുമെൻ്റാണ്. പക്ഷെ ആ ആർഗ്യുമെൻ്റ് ഇന്ന് വളരെ വലിയ തോതിൽ ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൻ്റെ കോൺടെക്സ്റ്റിൽ വലിയൊരു സംഗതിയായിട്ട് മാറ്റുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു ഹിസ്റ്റോറിക്കൽ സോഷ്യോളജിയുടെ രീതിയിൽ ആലോചിക്കുകയാണ് വളരെ പെട്ടെന്ന് ഈ ആശയം എന്നെ രൂപപ്പെട്ടു വന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു രീതിയിലുള്ള ആലോചനകൾ ഒരു ക്രിട്ടിക്കൽ ഹിസ്റ്ററിയുടെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് ഞാനിവിടെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിൽ വേറൊരു കാര്യം, സാമൂഹ്യശാസ്ത്ര അല്ലെങ്കിൽ ചരിത്രപരമായ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം പ്രധാനമായിട്ടും ഒരുപക്ഷെ ഒരു ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസ് നോളജ് എങ്ങനെ എമർജ് ചെയ്യിക്കാമെന്നുള്ളതാണ്. അതിന് വേറെ ധാരാളം ഇഷ്യൂസ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എങ്ങനെ ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസ് കുറിച്ച് ആലോചിക്കാമെന്നുള്ളത് ഞാൻ പലപ്പോഴും ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുമ്പോൾ പറയുന്ന ഒരു സംഗതി, അതിനകത്ത് ഒരു റൈറ്റ് ടു റിസർച്ച് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. അത് പക്ഷേ ബോംബെയിലെ പുകാർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് അവർ ചെയ്യുന്നത്. അതിൻ്റെ കോൺടെക്സ്റ്റിലാണ് ഈ ആർട്ടിക്കിൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാനപരമായി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ബോംബെയിലെ വളരെ അണ്ടർപ്രിവിലേജ്ഡ് ആയിട്ടുള്ള സ്ലാം പ്രൊജക്ട്സിൻ്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന കോൺടെക്സ്റ്റിലാണ് ഈ ആലോചനകൾ മുന്നോട്ട് വെക്കുന്നത്. അവർ പറയുന്ന ഒരു കാര്യം, നിലവിലിരിക്കുന്ന സാഹചര്യത്തിൽ ക്രെഡിബിൾ ആയിട്ടുള്ള നോളജ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കുമെന്നുള്ളതാണ്. അത് നമ്മൾ എനിക്ക് ഇതിന് ഉദാഹരണം ഒരു ഫ്ലിപ്പ് സൈഡ് ഉണ്ടല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കൂടിയിട്ട് പലപ്പോഴും എനിക്ക് രസകരമായി തോന്നിയിട്ടുണ്ട്. വളരെ മുൻപ് ഞാൻ വായിച്ചിട്ടുള്ള പല ആർക്കൈവുകളും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രീ ഡൗൺ ഓൺലൈൻ ആർക്കൈവ്സ് ഉള്ളതിൻ്റെ പേരിൽ പലരും ഇത് വളരെ പെട്ടെന്ന് കണ്ട് ആകാശം കൊണ്ട് എനിക്ക് അയച്ചു തരാറുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും അവരെ നിരാശപ്പെടുത്തുന്ന ഒരു കമൻറ്റ് പോലും അയക്കാറ്. ഞാൻ ചിലത് 1990കളുടെ അവസാനത്തിൽ അല്ലെങ്കിൽ 2000 ആദ്യം വായിച്ചിട്ടുള്ള സംഗതികളാണ്. പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെ ഫ്രീ ഡൗൺലോഡായിട്ട് വരുന്നതിൻ്റെ പേരിൽ പല സംഗതികളും ആൾക്കാർ അയച്ചു തരാറുണ്ട്. പക്ഷേ അതൊരു പോസിറ്റീവായ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ടു റിസർച്ച് എന്നുള്ള പെർസ്പെക്റ്റീവിൽ ആലോചിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ വിദേശം COVID-19 സമയത്തല്ല ഇങ്ങനത്തെ ഒരുപാട് ഈ പഴയ ഡോക്യുമെന്റ്സ് ആൾക്കാർ ഷെയർ ചെയ്ത് ചെയ്യും. എല്ലാവരും തന്നെ കണ്ടിട്ടുള്ളത് കേരളത്തിലെ പഴയ മാർക്കറ്റിലെ കുറിച്ചുള്ള അതാണ് നമ്മൾ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ളത്. ഞാൻ 2002 കണ്ടിട്ടുള്ളതാണ്. ആ ഒരു പഴയ മിഷണറി ജേർണലിൽ വന്നിട്ടുള്ള ചിത്രമാണ്. ഒരു വളരെ പാവപ്പെട്ട ഒരു കോൺഗ്രസ് കാസപ്പെട്ട ആൾ ഉപയോഗിക്കുന്നത്. അയാൾ പൈസ ആവശ്യം മാറിയിരിക്കുകയാണ്. ഈ കറക്റ്റായി നിൽക്കുന്നില്ല. ഈ അയാൾക്ക് തോന്നിയാലാണ് ഇയാൾക്ക് ഒരു സാധനം കിട്ടുന്നത്. മാർക്കറ്റിനെ കുറിച്ചുള്ള അങ്ങനത്തെ ഒരു ഐഡിയ നമുക്ക് കിട്ടാനായിട്ട് ഇങ്ങനത്തെ ചിത്രങ്ങളുണ്ട്. ഇത് പറയാൻ കാര്യം, റൈറ്റ് ടു റിസർച്ച് എന്നുള്ള പെർസ്പെക്റ്റീവിൽ ആലോചിക്കുകയാണെങ്കിൽ ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇതിപ്പോൾ ഇന്നത്തെ ഒരു പുതിയ ടെക്നോളജിയുടെ ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസിൻ്റെ ചില എലിമെൻറ്റ്സ് അതിനകത്തുള്ളതുകൊണ്ട് അത്തരം കോൺടെക്സ്റ്റിൽ എല്ലാവർക്കും അവൈലബിൾ ആണ്. പക്ഷേ എങ്ങനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഏത് രീതിയിൽ അത് ഉപയോഗിക്കുന്നു എന്നെല്ലാം പ്രശ്നമായിരിക്കുമ്പോൾ പോലും റൈറ്റ് ടു റിസർച്ച് എന്ന പെർസ്പെക്റ്റീവിൽ ആലോചിക്കുകയാണെങ്കിൽ പഴയ കാലാവസ്ഥ ഒരു 19th century early 20th century കേരള സമൂഹത്തെക്കുറിച്ചുള്ള ഒരു ആശയം രൂപീകരിക്കുന്നതിനും നമ്മുടെ ഇവിടുത്തെ പബ്ലിക് സ്പേസിനെ സംബന്ധിച്ചുള്ള ഒരാശയം വ്യക്തമാക്കാനായിട്ട് ഇത്തരം ചിത്രങ്ങൾ
ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് ഇപ്പോൾ ഒരു വലിയ തോതിലുള്ള എന്താ പറയുക സർക്കുലേഷൻ അത് റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇത് ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം ഈ റൈറ്റ് ടു റിസർച്ചിൽ പ്രധാനമായിട്ടും അതൊരു മുന്നോട്ട് പോകുന്ന ഒരു ആശയത്തിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെ കുറിച്ച് വ്യക്തതയോടെ മനസ്സിലാക്കുന്നതിന് ആളുകളെ പ്രാപ്തരാക്കുക എന്നുള്ള ആശയമാണ്. അല്ലാതെ ഇത്തരം വിഷ്വൽസ് ഒക്കെ ഉപയോഗിക്കാം. ആ വിഷ്വൽസ് ഉപയോഗിക്കുന്നത് പഴയ കാലത്തെ കുറിച്ച് പറയാനാണ്. ഇന്നത്തെ നിലയിൽ ഒരു അർബൻ കോണ്ടെക്സ്റ്റാണ് അദ്ദേഹം ഇത് പറയുന്നത്. പക്ഷെ ഒരു അർബൻ എന്താ പറയുക സാമൂഹിക ക്രമത്തിന് വേണ്ടുന്ന തരത്തിലുള്ള അമ്യൂണിറ്റീസ് അവൈലബിൾ ആക്കുന്നതിന് സാധാരണ ആളുകൾക്ക് കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ സേവനങ്ങളിൽ കിട്ടുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക, അതിന് ആവശ്യമായിട്ടുള്ള ലിറ്ററസി കരസ്ഥമാക്കുക, ഇങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഈ ഡിജിറ്റൈസ് ചെയ്ത് സേവനങ്ങൾ എത്തിക്കുന്നത് പറയുന്നുണ്ടെങ്കിൽ തന്നെ ആളുകൾക്കൊരു തങ്ങളുടെ റൈറ്റ് ആണ് എന്ന രീതിയിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ കഴിയാനായിട്ട് അവർ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടിൻ്റെ ഘടനയെക്കുറിച്ച്, സാമൂഹിക ഘടനയെക്കുറിച്ചും സാമ്പത്തിക ബന്ധങ്ങളെക്കുറിച്ചും സമൂഹത്തിൻ്റെ കീഴ്മേൽ ബന്ധങ്ങളെക്കുറിച്ചും ഘടനയെക്കുറിച്ചും എല്ലാം ഉള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് കിട്ടത്തക്ക രീതിയിൽ ആളുകളെ എക്വിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊരു വ്യക്തിക്കും ജനാധിപത്യ ക്രമത്തിൽ സ്വന്തമായിട്ടുള്ള ഇത്തരം ആശയങ്ങൾ രൂപീകരിക്കാനായിട്ട് കഴിയും. ഇതാണ് അതിൻ്റെ ലാർജറാകും. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇപ്പോൾ ഒരു വേറൊരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ജനാധിപത്യത്തെ കുറിച്ചുള്ള ഒരു വായനയിൽ അലൻ ടുറിൻ പറയുന്ന ഒരു കാര്യം അദ്ദേഹം പറയുന്നത് The renewal of social sciences is protection for democracy always in danger. ജനാധിപത്യം എപ്പോഴും ഒരു വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. എനിക്കറിയാം ഏത് സമയത്ത് വലിയ ഭീഷണി നേരിടുന്ന ജനാധിപത്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രക്ഷാകർതമായിട്ട് ഒരുപക്ഷെ മാറാൻ കഴിയുന്നത് റിന്യൂവൽ ഓഫ് സോഷ്യൽ സയൻസസ് ആണ്. അതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷനായിട്ട് എനിക്ക് തോന്നുന്നു. വേറൊരു കോണ്ടെക്സ്റ്റിൽ നമ്മളൊരു കൊളീഗ് ഒരു അർജന്റീനിയൻ സോഷ്യൽ സയൻറ്റിസ്റ്റ് ഷെയർ ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരു ഗവേഷണത്തിലുണ്ട്. അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ സൗത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേര് ഫെർണാണ്ടോ കാൽഡറൻ ഗുറ്ററസ് എന്നാണ്. അദ്ദേഹം പറയുന്ന കാര്യം ഗ്ലോബൽ സൗത്തിലെ ജനാധിപത്യ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ആ കോണ്ടെക്സ്റ്റിലാണ് പറയുന്നതെങ്കിൽ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ ജനാധിപത്യത്തിൻ്റെ റിന്യൂവലാണ്. സോഷ്യൽ സയൻസിൻ്റെ റിന്യൂവലാണ് ജനാധിപത്യത്തിൻ്റെ ഒരു എന്താ കാവലായിട്ട് മാറാൻ ഇടയുള്ളത്. പക്ഷെ ഇതിപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപക്ഷെ ലോകത്തെ അദ്ദേഹം നോട്ട് ചെയ്യുന്ന പക്ഷെ യഥാർത്ഥത്തിൽ അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ലോകത്തിൽ എല്ലായിടത്തും ബാധകമായിട്ടുള്ള ഒരു നിരീക്ഷണമാണെന്ന് നമുക്ക് പറയുന്നത്. കാരണം ലിബറൽ ഡെമോക്രസി എന്നുള്ളത് ഒരു റിട്രീറ്റിലാണോ എന്ന് പോലും നമ്മൾ മീറ്റിംഗ് റിട്രീറ്റ് എന്നുള്ള സിറ്റുവേഷൻ ആണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നാവുന്ന ഈ സാഹചര്യത്തിൽ സാമൂഹ്യ ശാസ്ത്രപരമായിട്ടുള്ള അന്വേഷണങ്ങൾ ഒരു കണക്കിൽ ഇവിടെ പറയുന്നത് റിന്യൂവൽ ഓഫ് സോഷ്യൽ സയൻസസ് ആണ്. ആ റിന്യൂവൽ റിവൈവൽ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും സോഷ്യൽ സയൻസിൻ്റെ ഇൻസൈറ്റ്സിനെ ഘടനാപരമായിട്ട് നൽകാനിടയുള്ള ഉൾക്കാഴ്ചയെ നമുക്ക് ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് സഹായിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ ലിബറൽ ജനാധിപത്യം വളർന്നു വന്നിട്ടുള്ള പ്രദേശങ്ങളിലോ രാജ്യങ്ങളിലോ ഒക്കെയും ഇന്ന് ലിബറൽ ജനാധിപത്യത്തെ കൈയൊഴിയുന്ന രീതിയായിരിക്കുന്നുണ്ട്. സോഷ്യൽ സയൻസ് ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസസിൻ്റെ ആവശ്യം എന്നത്തെയും കാലം പ്രധാനപ്പെട്ടത്. അതിൽ ഒരുപാട് സംഗതികൾ വേറെ വരും. പുതിയ ടെക്നോളജി പുതിയ ടെക്നോളജി ഏത് തരത്തിൽ സാമൂഹ്യ ശാസ്ത്ര പഠനത്തെ ബാധിക്കുക അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രത്തെ ഇല്ലാതാക്കാവും, അത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്ര ഗവേഷണ മേഖലയിലുള്ള പല ആളുകളും ഈ ഒരു വിഷയമുണ്ട് വളരെ സീരിയസ് ആയിട്ട് കാണുന്നു. പക്ഷേ എനിക്കുള്ളൊരു സംശയം അത് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പുതിയ സാമൂഹ്യ ക്രമത്തെക്കുറിച്ചോ ജീവിത ക്രമത്തെക്കുറിച്ചോ ഉള്ള ഏതൊരു ആലോചനയും ഞാൻ മനസ്സിലാക്കുന്നത് സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ചുള്ള യു ക്യാൻ സമയം ഓക്കെ ഈ ഒരു സാമൂഹ്യ ക്രമത്തെക്കുറിച്ചുള്ള ഐഡിയ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഹിസ്റ്റോറിക്കലായിട്ട് ഇവോൾവ് ചെയ്യുന്ന സാമൂഹ്യ ചിന്താ പദ്ധതികളിൽ നിന്നാണ്.
അത്തരം സാമൂഹിക ചിന്താ പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നതിന് ഈ രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയുമെന്നുള്ള പലതരത്തിലുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ഈ മേഖലയിൽ നമ്മൾ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ എമർജ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പുതിയ ലോകക്രമത്തെ കുറിച്ചുള്ള ഒരു ഐഡിയാസ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് രൂപേഷ് ക്യാൻ ടോക്ക് മോർ അബൌട്ട് ദാറ്റ്. I may not be the right person to talk about it, but my feeling is that we should require human agency to talk about this. മനുഷ്യന്റെ ഇമാജിനേഷൻ ഒരു സാമൂഹിക ക്രമത്തെക്കുറിച്ച് വേണ്ട എന്നുള്ള ആലോചന അവിടെ എന്ന് നിലനിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ മുൻപത്തെ സെഷനിൽ കൊളോണിയലിസത്തെ കുറിച്ചും കൊളോണിയലിസത്തെ ക്രിറ്റിക് അല്ലെങ്കിൽ ജാതി സമൂഹങ്ങളെ കുറിച്ചുള്ള വിമർശനം ഇങ്ങനെ പലതും പല കാര്യങ്ങളും അവിടെ സൂചിപ്പിക്കുന്നു. പലതരത്തിലുള്ള ലിറ്റററി ഇമാജിനേഷനെ കുറിച്ച് നാഷണൽ റെസ്പോൺസിബിൾ സമയത്ത് നമ്മൾ കേൾക്കുന്നത്. ഇപ്പം ഇത്തരത്തിലുള്ള ഒരു ജീവിത വീക്ഷണം മുന്നോട്ട് വെക്കുന്ന ക്രിറ്റിക് അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ ലാർജ് ലാംഗ്വേജ് മോഡൽസിന് ഏതുവരെ ചെയ്യാൻ സാധിക്കും. നമ്മളെ ഇവിടെ അതിൻ്റെ സ്പെഷ്യലിസ്റ്റുകൾ ഞാൻ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഓൾസോ ഐ ഹാവ് സംബഡി ഇൻ മൈ ഹോം ഹു ഈസ് എ സ്പെഷ്യലിസ്റ്റ് ഇൻ ദിസ്, ബട്ട് ഐ ഹാവ് ഹാഡ് എൻ ഒക്കേഷൻ ടു ടോക്ക് വിത്ത് ദം. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഈ ഒരു ഇങ്ങനെ പുതിയ ലോകവീക്ഷണം നമ്മൾ കാണുന്നത് ഏത് സാമൂഹ്യ സാഹചര്യത്തിലാണെങ്കിലും മനുഷ്യൻ്റെ ചിന്തയിലൂടെ എമർജ് ചെയ്ത അല്ലെങ്കിൽ ഹ്യൂമൻ ഏജൻസിയിലൂടെ വന്നാൽ ആ ഹ്യൂമൻ ഏജൻസിയെ പകരം വെക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ഞാൻ വിചാരിക്കുന്ന സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ സാമൂഹ്യ ശാസ്ത്ര ചിന്താ പദ്ധതികൾ ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഇക്കോണമിയെ കുറിച്ചാണെങ്കിൽ ഞാനൊരു ഇക്കോണമിസ്റ്റ് അല്ലാത്തതുകൊണ്ട് കുറച്ച് ഇക്കണോമിക്സ് പഠിച്ചുകൊണ്ടുള്ള ദോഷം, ഞാൻ സാധാരണ ഈ ഇക്കോണമിയെ സംബന്ധിക്കുന്ന സംഗതികൾ വായിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രധാന സംഗതി 2008-2009 കാലത്തെ സാമ്പത്തിക തളർച്ചയെക്കുറിച്ച് ആക്ച്വലി ഈ ഡേറ്റ വെച്ച് കളിക്കുന്ന ഇക്കോണമിസ്റ്റുകളുടെ ഏറ്റവും വലിയ ക്ലെയിം പറഞ്ഞാൽ അവർ ഡേറ്റ വെച്ച് കളിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് നമ്മൾ പറഞ്ഞ ഡേറ്റ സയൻസിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക അതിനെ പ്രയോഗിക്കുന്ന ഇക്കോണമിസ്റ്റുകൾ അത് കഴിഞ്ഞിട്ടായിരിക്കും മറ്റുള്ളത്. പക്ഷേ ഇവർക്ക് ആർക്കും തന്നെ ഇതിനെ അങ്ങനെ ഒരു പ്രഡിക്ഷനിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പല സെക്ടറുകാരന്മാരും ചൂണ്ടിക്കാണ്. ഇതൊരു ഡിബേറ്റാണ് എത്രമാത്രം നമുക്ക് ഇക്കോണമി പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഈ എന്താ പറയുക ഇക്കോണമിയെ പ്രഡിക്റ്റ് ചെയ്യാൻ ഒരുപാട് പോപ്പുലർ ആർട്ടിക്കിൾസ് ഇക്കോണമിസ്റ്റുകൾ എഴുതാറുണ്ട്. അപ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതി എന്താ പറയുക ഇന്ത്യയുടെ വളർച്ചാ നിരക്കിനെ കുറിച്ചുള്ള ഒരു ഐഡിയ വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നത്. നാലാമത്തെ സാമ്പത്തിക ശക്തി എന്ന് പറയുക അതേസമയം $2,200 അടുത്ത് വാർഷിക വരുമാനം വ്യക്തികൾക്ക് കൊടുക്കുന്നു. അത് വളരെ കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പ് നിൽക്കുന്ന ജപ്പാൻ എനിക്ക് തോന്നുന്നത് $13,000 ഒരു ഇൻഡിവിജ്വലിന് മറ്റേ നമ്മൾ പറയുന്ന ആളൊക്കെ വരുമാനം. അപ്പോൾ ഇത് ഇങ്ങനെ വളരെ കൺഫ്യൂസിംഗ് ആയ രീതിയിൽ അഗ്രിഗേറ്റ് ഡേറ്റയെ വെച്ചിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എന്ന് മാത്രമല്ല നമ്മളിപ്പോൾ ബ്രിട്ടനിലേക്ക് ആവശ്യമില്ല ഇക്കോണമിസ്റ്റിനോട് ഞാൻ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ദീസ് ആർ ഓൾ ഫിക്ഷൻ ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഹിസ്റ്റോറിയൻസിനെ പറ്റി പറയുന്നതാണ് പലതരം ഹിസ്റ്ററീസ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കീഴാള ചരിത്രം എന്നുള്ളതൊക്കെ ചില ഇക്കോണമിസ്റ്റുകൾ എങ്കിലും ചിലപ്പോൾ ഫിക്ഷണലൈസ് ചെയ്യപ്പെട്ട ഹിസ്റ്ററി എന്ന് പറയാറുണ്ട്. ഞാൻ തിരിച്ചു ചോദിച്ചൊരു കാര്യം, ഇക്കോണമിസ്റ്റുകൾ പറയുന്നത് 2040 ആകുമ്പോഴേക്ക് ഇന്ത്യ അമേരിക്ക കടത്തി വിട്ടുന്നത് ദാറ്റ് ഈസ് ദി ബിഗസ്റ്റ് ഫിക്ഷൻ ഓർ ദി മോസ്റ്റ് പവർഫുൾ ഫിക്ഷൻ ദാറ്റ് വി കൻ എവർ ഹാവ്. കാരണം ഈ ഇക്കോണമിയുടെ സ്കെയിൽസ് ഡിഫറെൻ്റ് ആണ്, ഈ ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്, പോപ്പുലേഷൻ്റെ എക്സ്പാൻസ് ഡിഫറെൻ്റ് ആണ്, എല്ലാം ഉള്ളതിൻ്റെ ഇത്തരം പ്രൊജക്ഷൻസ് ഈ പ്രൊജക്ഷൻസ് മനസ്സിലാക്കാനായിട്ട് സാധാരണക്കാരെ സംബന്ധിച്ച് അവിടെയാണ് നമ്മൾ സോഷ്യൽ സയൻസസിൻ്റെ പ്രസക്തി വരുന്നത്. ക്രിട്ടിക്കലായിട്ട് എങ്ങനെ നമ്മുടെ നാഷണൽ ഇക്കോണമിയെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ക്രിട്ടിക്കലായിട്ട് എങ്ങനെ നാഷണൽ ഇക്കോണമി മനസ്സിലാക്കാൻ സാധിക്കും, GDP കാൽക്കുലേഷൻ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് സാധാരണ രീതിയിൽ ഇതെല്ലാം ടെക്നിക്കലായിട്ട് മാത്രം ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതേസമയം
ഈ റൈറ്റ് ടു റിസർച്ച് എന്നുള്ള ഒരു ഐഡിയ എടുത്തുകൊണ്ട് നമ്മൾ ഇതിനെ പരിശോധിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യതയോടുകൂടി ഇക്കോണമിയെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കഴിവ് എല്ലാ വ്യക്തികളും ആർജിക്കേണ്ടതാണ്. ഇത് വളരെ ടെക്നിക്കലായിട്ട് പറയുന്ന സംഗതി ആണെങ്കിൽ തന്നെ ഇപ്പോൾ എല്ലാ 3 മാസം കൂടുമ്പോൾ എന്താണ് ഓരോ ക്വാർട്ടർലി ഇന്ത്യ ഇത്ര പെർസെന്റ് വളർന്നു എന്നാണ് ഐക്കോളജീസ് ഇൻ ഹിന്ദു ആക്ച്വലി ബ്രിങ് ഔട്ട് എ ലോട്ട് ഓഫ് സ്റ്റഫ്. എനിക്കൊക്കെ ഇവിടെ മലയാളം പത്രങ്ങൾ എത്രമാത്രം വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ വളരെ സീരിയസ് ആയിട്ടുള്ള പത്രവാർത്തകൾ ഇക്കോണമിയെ സംബന്ധിച്ച് വളരെ ടെക്നിക്കലായിട്ട് മാത്രം കാണുന്നത് ഏതൊരു വായിക്കാൻ അറിയുന്ന ആളുകൾക്ക് ആർക്കും വായിച്ച് മനസ്സിലാക്കത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരികയും നമ്മൾ റൈറ്റ് ടു റിസർച്ചിലുള്ള ഈ കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇക്കോണമിയുടെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിന് ആളുകൾക്ക് കഴിയും. ആ രീതിയിലുള്ള നോളജ് ബേസ് പോപ്പുലർ ലെവലിൽ എത്തണം. അത് സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഏറെ വിലപ്പെട്ട് അത്തരം തിരിച്ചറിവുകളിലേക്ക് എത്തിക്കാൻ സാധിക്കും. ആ അർത്ഥത്തിൽ ഉള്ള പ്രാധാന്യം സാമൂഹ്യ ശാസ്ത്രത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അത് ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസ് ആണ് പ്രത്യേകിച്ച്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസ് ചെയ്യുക കഴിഞ്ഞ 6-7 നൂറ്റാണ്ടിനുള്ളിൽ ഉദാഹരണമായിട്ട് ഈ തരത്തിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ എങ്ങനെ വളർന്ന മാറ്റങ്ങൾക്ക് വിധേയമായി എന്ന് പറയാനായിട്ട് സാധിക്കും. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അതേസമയം സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ദീർഘകാലയളവിലേക്ക് പോകാൻ പക്ഷേ അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ഷോർട്ട് ടൈമിൽ നടക്കുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വൈജ്ഞാനികമായിട്ടുള്ള പിൻബലം നൽകുന്നതിന് സാമൂഹ്യ ശാസ്ത്ര വിജ്ഞാനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങൾ. അത് സാമൂഹ്യ ശാസ്ത്രത്തെ സംബന്ധിച്ച് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സംഗതികൾ. ഒന്ന് ഫ്രീഡത്തെ കുറിച്ചുള്ള നോഷൻസ് ആണ്. ഇത് ഞാൻ വിചാരിക്കുന്ന ഈ ഫ്രീഡം എന്നുള്ളത് ചില ആളുകളെങ്കിലും ഒരു മോഡേൺ കൺസെപ്റ്റാണ് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള പലതരം ഡിബേറ്റ്സിനെയും ഒരുപാട് ടാൻഡലൈസ് ചെയ്യുന്ന എന്താ പറയുക ഒരു ഇമോഷണലായിട്ടോ അല്ലെങ്കിൽ മറ്റു പല രീതിയിലും വക്രിപ്പിക്കാൻ ഇടയുള്ള ഒരു ആർഗ്യുമെൻ്റ് അതിന് പിന്നിലുണ്ട്. എന്നാൽ തന്നെ നമുക്ക് പറയാം ആധുനിക കാലത്ത് ഈ എന്താ പറയുക ഫ്രീഡം എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ക്വസ്റ്റ്യൻ ഓഫ് ഡിഗ്നിറ്റി മറ്റു വിഷയത്തിൽ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഈ 3 കാര്യങ്ങൾ, ഒന്ന് ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അത് സത്യത്തിൽ ഇതൊരു ഇന്റർനാഷണൽ സോഷ്യൽ സയൻസ് ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഗതി. എങ്ങനെ ഡിഗ്നിഫൈഡ് ആയിട്ട് മനുഷ്യൻ നിൽക്കാൻ സാധിക്കും. ഇപ്പോൾ ഒറ്റ കാര്യം ഓർക്കാൻ മതി. ഈ ഇന്റർനാഷണൽ മൈഗ്രേഷൻ്റെ കോൺടെക്സ്റ്റ് അല്ലെങ്കിൽ ആളുകൾ കൈ കാലം പിടിച്ചു കെട്ടി എന്താണ് പറയുക, അതായത് സ്ലേവറിയുടെ പീരീഡിൽ കപ്പലിൻ്റെ ഹോൾഡിലിട്ട് ആളുകളുടെ അറ്റ്ലാന്റിക് കടത്തിക്കൊണ്ട് പോയിട്ട് വേറൊരു രൂപത്തിൽ നിന്ന് ഈ കാർഗോ ഫ്ലൈറ്റ് തിരിച്ചു കൊണ്ടുവരുന്ന മറ്റു രാജ്യങ്ങളിൽ കയറ്റി അയക്കുന്ന രീതി. ഇപ്പോൾ ഡിഗ്നിറ്റി എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ടുണ്ട്. ഇപ്പോൾ സാമൂഹ്യ ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയുള്ള കാലത്ത് ദേശരാഷ്ട്രങ്ങളുടെ അതിർത്തിക്കുള്ളിലും ഇപ്പോൾ ഉദാഹരണം ഇവിടുന്ന് ബംഗ്ലാദേശ് അതിർത്തി കടന്നു പോയിട്ടുള്ള ഇന്ത്യൻ പൗരന്മാർ മുസ്ലിങ്ങളായതുകൊണ്ട് ബംഗ്ലാദേശികളാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുക. അവിടുന്ന് BSF അവരുടെ എന്താണ് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ബംഗ്ലാദേശിലെ ആർമി വിഭാഗം അവരെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ BSF അവരെ പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബെയർ ലൈഫിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഉദാഹരണങ്ങൾ നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഹ്യൂമൻ ഡിഗ്നിറ്റി പ്രശ്നം വളരെ വലിയ ഒരു ഇഷ്യൂ ആയിട്ട് നമ്മുടെ വില്ലേജുകൾ തുടങ്ങി എന്താ പറയുക ഇന്ത്യൻ ദേശരാഷ്ട്രത്തിനുള്ളിലൊക്കെയും അല്ലെങ്കിൽ മറ്റു ദേശരാഷ്ട്രങ്ങളിലൊക്കെയും നിലനിൽക്കുന്ന ഇത് സാമൂഹ്യ ശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നുന്നത് അതിന് വളരെ എന്താ പറയുക പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് നിലനിൽക്കുന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പ്രശ്നം. ഇനി ലാസ്റ്റ് പോയിന്റ്, അത് യൂണിവേഴ്സിറ്റി ആയതിൻ്റെ പേരിൽ അക്കാഡമിക് ഫ്രീഡത്തിൻ്റെ പ്രശ്നം. നമുക്കറിയാം എല്ലാവരും വിചാരിക്കുന്ന ഇന്ത്യയുടെ മറ്റു സ്ഥലങ്ങളിൽ അക്കാഡമിക് ഫ്രീഡം തകരാറാണ്, നമ്മുടെ ഇവിടെയും കുഴപ്പമില്ല. ഞാൻ വിചാരിക്കുന്നത് അക്കാഡമിക് ഫ്രീഡം വളരെ തകരാറിലായിട്ടുള്ള സമൂഹങ്ങൾ ഉണ്ടാക്കുകയാണ്. ഈ ഒരു തിരിച്ചറിവ് യഥാർത്ഥ യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റിക്ക് ആവശ്യമാണ്. അതായത് നമ്മുടെ പല സുഹൃത്തുക്കളും ഈ ഒരു ഇഷ്യൂവിനെ സംബന്ധിച്ച് പലരും എഴുതുകയും ദേശീയ വിദ്യാഭ്യാസ മാധ്യമങ്ങളിലും അന്തർദേശീയമായിട്ടുള്ള മാധ്യമങ്ങളിലും
എന്താണ് ഫ്രീഡം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇതൊക്കെയും അക്കാഡമിക് ഫ്രീഡത്തെ കുറിച്ചുള്ള ഇത് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊരു വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. രാഷ്ട്രീയ പാർട്ടികളായാലും ഗവൺമെൻറ്റുകളായാലും അക്കാഡമിക് ഫ്രീഡം എന്നുള്ളതിനെ നിലനിർത്താതിരിക്കുക. അതുപോലെ യൂണിവേഴ്സിറ്റികൾ തന്നെ വിതിൻ ദ യൂണിവേഴ്സിറ്റീസ് അക്കാഡമിക് ഫ്രീഡം എന്നുള്ളതിൽ വൈസ് ചാൻസലേഴ്സും മര്യാദയ്ക്ക് കാണാതിരിക്കുക, അല്ല ചാൻസലർമാർ കാണാതിരിക്കുക, അക്കാഡമിക് ഡിപ്പാർട്ട്മെൻറ്റ്സ് കാണാതിരിക്കുക, അധ്യാപകർ കാണാതിരിക്കുക, പിന്നെ വിദ്യാർത്ഥികൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നിലയിൽ ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസസ് വിദ്യാഭ്യാസ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയുടെ സ്പേസ് ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി അക്കാഡമിക് ഫ്രീഡത്തെ കുറിച്ചുള്ള വലിയൊരു ആലോചന മുന്നോട്ട് കൊടുക്കുക എന്നതാണ്. അത് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ കോൺടെക്സ്റ്റ് ആയതിൻ്റെ പേരിൽ അത് ഈ യൂണിവേഴ്സിറ്റിയുടെ കോൺടെക്സ്റ്റ് അല്ല പറഞ്ഞത്. ഞാൻ പഠിപ്പിച്ച യൂണിവേഴ്സിറ്റിയുടെ കോൺടെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ 1993 അവിടെ ജോയിൻ ചെയ്യുന്ന കാലത്ത് ഉണ്ടായിരുന്ന അത്രയും സ്വാതന്ത്ര്യം ഞാൻ റിട്ടയർ ചെയ്യുന്ന കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കഴിവതും നേരത്തെ ഉടനെ റിട്ടയർമെൻറ്റ് ഉണ്ട്. പക്ഷെ അത് ചെയ്യാതിരിക്കുന്ന കാര്യം എനിക്കൊരു ഹൗസിംഗ് ലോൺ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അത് ചെയ്യാൻ. എനിവേ സോ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസസ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷേ മനുഷ്യൻ ഉള്ള കാലത്തോളം നിലനിൽക്കുമെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെ ഈ സമൂഹത്തെക്കുറിച്ച് എങ്ങനെ വിഭാവനകൾ ഉണ്ടാക്കുന്നത്, എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഈ 3 പ്രശ്നങ്ങളുണ്ട്. ഫ്രീഡം, ഈ അക്കാഡമിക് ഫ്രീഡം അടക്കമായി ഫ്രീഡം, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് പേഴ്സണൽ ഡിഗ്നിറ്റി. ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും അത് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് വേണ്ടിയുള്ള സമരങ്ങളും എന്തായാലും മുന്നോട്ട് പോകും. അപ്പോൾ അത് അത്തരം സമരങ്ങൾ മുന്നോട്ട് പോകേണ്ടത് സാമൂഹ്യ ശാസ്ത്ര വിജ്ഞാനത്തെ അടിസ്ഥാനം. അതിന് ഒറ്റ റൂട്ടുള്ളത് ഞാൻ പറയുന്നത്. സാമൂഹ്യ ശാസ്ത്ര വിജ്ഞാനം എന്നുള്ളത് വളരെ വ്യത്യസ്തതകളുള്ള ഒരു ഇറ്റ്സ് ആക്ച്വലി മൈൻഡ് ഫീൽഡ്. വ്യത്യസ്തമായ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കൂൾസ് ഒക്കെ ഉള്ളത് നമുക്കറിയാം. പക്ഷേ ഒരു ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസിൻ്റെ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ മിക്കവാറും വളരെ നല്ല രീതിയിലുള്ള സാമൂഹ്യ ശാസ്ത്രം കൈകാര്യം ചെയ്തവരൊക്കെയും ഇതിൽ ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസിൻ്റെ പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ചുരുങ്ങിയ സമയത്തിൽ പറയാനുള്ളത്. കാരണം ശരി അധ്യാപകർക്ക് കുഴപ്പമില്ല, ആൾക്കാർ നോക്കാൻ സംസാരിക്കുന്നത്. I don't want to be like that. So thank you very much for this wonderful opportunity. I look forward to it. Thank you. മോഷൻ്റെ നമ്മുടെ ചിന്തയും മനസ്സിനെയൊക്കെ തന്നെ രക്ഷ വന്ന വളരെ ഹ്രസ്വവും സമഗ്രവുമായ ഭാഷണം നമ്മുടെ ബോധത്തെ ഒരുപക്ഷെ ചലിപ്പിച്ചിട്ടുണ്ടാകും. ഭാഷനോട് അതിനനുസൃതമായ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ആ ചോദ്യം ഭാഷനെ സന്തോഷിപ്പിക്കുന്ന ചോദ്യമാണെന്നില്ല, ഭാഷൻ്റെ അടിസ്ഥാന നിലപാടുകൾ ചോദ്യം ചെയ്യുന്ന ചോദ്യവുമാവാം. അതിനായി ഗവേഷകർ വിദ്യാഭ്യാസത്തിന് ക്ഷണിക്കുന്നു. കേൾക്കുന്നുണ്ടോ? മൈക്രോഫോൺ ഉണ്ടോ? സർ നമസ്കാരം. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് NEP 2020 പുതിയ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളിൽ ഈ സാമൂഹ്യശാസ്ത്ര പഠന രംഗത്തും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം ആണ് അറിയാൻ.
ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ചോദിക്കാം. ഇതിലിപ്പോൾ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്നുള്ള രണ്ട് സങ്കല്പങ്ങൾ പറയുന്നുണ്ട്. അത് ഹിസ്റ്ററി ഞാൻ മനസ്സിലാക്കുന്നതാണ്, ശരിയാവണമെന്നില്ല. ഹിസ്റ്ററി എന്ന് പറയുന്നത് വളരെ കൃത്യമായ രീതിശാസ്ത്രവും അതിൻ്റേതായിട്ടുള്ള പാരഡൈം എവല്യൂഷനൊക്കെ ഉള്ള ഒരു ഡിസിപ്ലിൻ ആണിത്. ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്നുള്ളത് വാസ്തവത്തിൽ ഏത് മേഖലയിൽ ഗവേഷണം ചെയ്യുന്ന ഒരാൾക്കും ഉണ്ടാവേണ്ടതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെയൊന്ന് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യാൻ, അതിനെ വ്യത്യാസപ്പെടുത്തി നമുക്ക് അതിനെ എങ്ങനെ പറയാമെന്നുള്ളത് പറഞ്ഞാൽ. മറ്റൊന്ന് മാഷ് രണ്ട് വാക്കുകൾ പറഞ്ഞു. ഒന്ന് ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസും ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസും പറഞ്ഞു. വാസ്തവത്തിൽ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സോഷ്യൽ സയൻസിന് ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവും തിരിച്ച് ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസിന് ക്രിട്ടിക്കലായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് ഇല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. അത് രണ്ടും വാസ്തവത്തിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് പ്രവർത്തിക്കേണ്ടതല്ലേ? പ്രബന്ധത്തിലുടനീളം പറഞ്ഞ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ സോഷ്യൽ സയൻസ് എത്തണമെന്നുണ്ടെങ്കിൽ ഈ ക്രിട്ടിക്കൽ ഹിസ്റ്റോറിക്കൽ എന്നുള്ളത് കോംപ്ലിമെൻ്ററി ആയിട്ട് വാസ്തവത്തിൽ പ്രവർത്തിക്കേണ്ടതല്ലേ? പലപ്പോഴും നമ്മുടെ ഗവേഷണം പ്രവർത്തനങ്ങൾ ഈ കാര്യത്തിൽ ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ക്രോണോളജിക്കലായിട്ടുള്ള ഒരു നരേഷനിൽ ഒതുങ്ങുന്ന ഒരു പ്രശ്നം വാസ്തവത്തിലുണ്ട്. മറ്റേതൊരു ചോദ്യമായിട്ടല്ല ഞാൻ ചോദിക്കുന്നത്. എങ്കിലും മാഷ് പറഞ്ഞ രണ്ട് പ്രശ്നങ്ങൾ. ഒന്ന്, ധാരാളം ഫിക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ പറയുന്ന ക്രിട്ടിക്കൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സോഷ്യൽ സയൻസിൻ്റെ പ്രാക്ടീസ് വളരെ പ്രധാനമാണ് എന്ന് മാഷ് പറഞ്ഞത് ശരിയാണ്. അതുപോലെ ഹ്യൂമൻ ഏജൻസി, നമ്മളൊന്ന് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള സംഗതികൾ വരുമ്പോൾ ഹ്യൂമൻ ഏജൻസിക്ക് സംഭവിക്കുന്ന ഒരു പരിവർത്തനത്തിൻ്റെ സന്ദർഭത്തിലും ഈ പറഞ്ഞ പെർസ്പെക്റ്റീവ് വളരെ പ്രധാനം. പിന്നെ മാഷ് പറഞ്ഞ ഡെമോക്രസി, ഫ്രീഡം, ഡിഗ്നിറ്റി, അത്തരം സങ്കല്പങ്ങളെല്ലാം ഇതെല്ലാം കൂടി പരിഗണിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വാസ്തവത്തിൽ ഈ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ആർക്കാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ, ആരാണോ ഒപ്രസ് ചെയ്യപ്പെടുന്നത് ആ ഒപ്രസ്ഡ് ക്ലാസ്സിനുള്ള അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനുള്ള കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപായമാണിത് എന്നാണ് മാഷ് പറയാൻ ശ്രമിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനു പകരം ഈ ഹെജിമോണിക് ആയിട്ടുള്ള ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ സയൻസ് അവർക്കൊരു തലവേദനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം പക്ഷേ ഈ സോഷ്യൽ സയൻസ് പോലുള്ള വിഷയങ്ങളൊക്കെ നിരാകരിക്കാനോ സംസ്കരിക്കാനോ ശ്രമിക്കുന്നത് തോന്നുന്നു. മാഷ് പറഞ്ഞതിൻ്റെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് ഞാനൊന്ന് നീട്ടി പറഞ്ഞു. അപ്പോൾ ആ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസൈറ്റാണ് നമ്മൾ ഇതിലൂടെ മുന്നോട്ട് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പലപ്പോഴും നമ്മുടെ ഗവേഷണം ഒന്നുകിലൊരു സിൻക്രോണിക് ഡയമെൻഷനകത്ത് ഒതുങ്ങി, സോഷ്യോളജി പോലുള്ള വിഷയങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും അത് കാണാം. ചിലപ്പോൾ അത് കേവലം ഡയക്രോണിക് ആയിട്ട്, ഈ സിൻക്രോണിക് ഡയക്രോണിക് ആയിട്ടുള്ള എലിമെൻറ്റ്സ് തമ്മിലുള്ളൊരു ഡയലക്ട് ഇതിനകത്ത് വളരെ പ്രധാനമാണ്. ബാബുരാജ് പറഞ്ഞത് ഈ NEP സോഷ്യൽ സയൻസസ് ഉണ്ടാക്കിയ പ്രത്യേകത വളരെ വലുതാണ്. പക്ഷെ അത് പല രീതിയിലാണ് വർക്ക് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒന്ന് ഇതാണ്, സ്കൂൾ ലെവലിലെ സാമൂഹ്യ ശാസ്ത്ര പുസ്തകങ്ങൾ അത് റാഷണലൈസ് ചെയ്യാന്ന് ചെയ്യും. അത് റാഷണലൈസ് കോട്ട് ആൻഡ് ഗുഡ് റാഷണലൈസേഷൻ, അതിനകത്ത് എന്തെങ്കിലും ഒരു റാഷണലൈസേഷൻ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും കാര്യം വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രശസ്തരായ പല സാമൂഹ്യ ശാസ്ത്രജ്ഞരും ഈ വിഷയത്തോട് പ്രതികരിച്ചത് എന്തുകൊണ്ട് ചെയ്തു. ഇപ്പോൾ NCERTയുടെ ചരിത്ര പുസ്തകത്തിൽ നിന്ന് ആസാദിൻ്റെ പേര് മാറ്റി, അത് ഭാരം കുറയ്ക്കാൻ
അങ്ങനെയുള്ള വളരെ വിചിത്രമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് അല്ലെങ്കിൽ നമ്മുടെ NCERT സാമൂഹ്യശാസ്ത്ര പുസ്തകങ്ങൾ ക്ലാസ് 11, 12 അടക്കമുള്ള സാമൂഹ്യശാസ്ത്ര പുസ്തകങ്ങൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മുൻപും എൻ്റെ വിദ്യാർത്ഥികളോട് മറ്റു ചില സെമിനാറുകൾ പറഞ്ഞിട്ടുണ്ട്. ചരിത്രം പഠിച്ചവർ എന്തെങ്കിലും കിട്ടിയിട്ട് അതിന് വയറ്റിലേക്ക് വല്ലതും പോകുന്ന ആരും നോക്കാറില്ല. അവരുടെ പണി കിട്ടുമോ, ഇത് ഏറ്റവും നാടൻ രീതിയിൽ പറയാം. പക്ഷേ ചരിത്ര ക്ലാസ്സിൽ നിങ്ങൾ എന്താ പഠിപ്പിക്കുന്നതെന്നുള്ള ആൾക്കാരിലേക്ക് എന്ന് മാത്രമല്ല, ഈ ഒരു സത്യത്തിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗറിനെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി ഒരു വലിയ ചോദ്യം. എങ്ങനെയാണ് നമുക്കൊരു ചരിത്ര കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളെ നമ്മളുടെ ആളാണ് പറയാൻ കഴിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ഏത് പക്ഷത്തു നിന്നായാലും ഓർക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്നവരാവുന്നില്ല അവരുടെ ലോകവീക്ഷണമുണ്ടായിട്ട്. അപ്പോൾ നമുക്കൊരു 1-to-1 കറസ്പോണ്ടൻസ് എന്നുള്ളത് നമ്മളതിൽ പ്രതീക്ഷിക്കാൻ പാടില്ല. അതാണ് ഞാനൊരു ചരിത്ര ഗവേഷകൻ എന്നൊക്കെയുള്ള എൻ്റെ തോന്നുന്നത്. കാര്യം എത്രയേ ഉള്ളൂ, പലപ്പോഴും വളരെയേറെ വർഗീയമായിട്ട് നമ്മൾ വർഗീയത എന്നുള്ള വാക്കിൽ ആ വാക്ക് ഉപയോഗിക്കുകയാണ്. വർഗീയമായി ചിന്തിക്കുന്ന സമൂഹത്തിൽ ഇപ്പോൾ ഒരു പഴയ മുഗൾ രാജാക്കന്മാരൊക്കെ ഒരു മുസ്ലിങ്ങളായിരുന്നതുകൊണ്ട് ഇസ്ലാമിലുള്ള ആരുടെയെങ്കിലും ഒരാളായിട്ട് അതേപോലെ കാണുന്നതിന് യാതൊരു കാര്യമെന്നുള്ള സത്യം. പക്ഷെ വേറൊരു സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലുള്ള ആളുകൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ മുഗൾ ഹിസ്റ്ററിക്ക് പലരും പറയുന്നത് എന്താണ്, ഈ മുഗൾ ഹിസ്റ്ററിയുടെ സോഴ്സ്, പ്രൈമറി സോഴ്സ് ഉപയോഗിച്ച് റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് ഹിസ്റ്റോറിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഈ പറഞ്ഞ ഔറംഗസേബ് അല്ലെങ്കിൽ പ്രൊഫസർ റിസാവി അദ്ദേഹം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം അന്നത്തെ കാലത്തെ രാഷ്ട്രീയക്കാരാണ്. ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയക്കാര് രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി എന്തുമാത്രം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയോ അതിലും ഒട്ടും കുറവില്ലാത്ത കുഴപ്പങ്ങൾ വരുത്തിവെച്ച ആളുകൾ ഒരാളാണ് he got everything wrong, whatever he did, in terms of such policies. അപ്പോൾ ഈ NCERT മാതിരിയുള്ള പുസ്തകങ്ങൾ ചെയ്യുന്നത് ഈ ഒരു കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ടല്ല, അതിലുള്ള മലയാളികളും കാര്യങ്ങൾ അറിയുന്നവരാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലവിലിരിക്കുന്ന ഗവൺമെന്റിന് ഒപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വളരെ യാതൊരു തരത്തിലുള്ള ശബ്ദബോധമില്ലാത്ത നീക്കങ്ങൾ ഇവിടെ പുറകെ പോകാറുണ്ട്. എന്ന് മാത്രമല്ല, അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നതാണ്. അല്ലെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരാണ് തീരുമാനിക്കുന്നത്? ഇപ്പോൾ ഈ മേഖലയിലെ ചരിത്രം എടുക്കുകയോ വായിക്കുകയോ ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഈ സോഴ്സസിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഗ്രാഹ്യമുള്ള ആളുകളെ അല്ല. ഒരാൾ പറയാണ്, I forgot his name, he's a film star, he says during his childhood he read a huge amount of Mughal history and what happened to all the others. അപ്പോൾ അന്ന് ഒരുപാട് മുഗൾ ഹിസ്റ്ററിയാണ് പഠിച്ചത്, വേറെ ഒന്നും പഠിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് ഈ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലുള്ള നമ്മളെ ചരിത്രകാരന്മാരെ സുഹൃത്തുക്കളെ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇപ്പൊ ചോളന്മാർ അവിടെ പഠിച്ചു കഴിഞ്ഞാൽ 1000 തൊട്ടപ്പുറത്ത് മൃഗജനാഗമന്റെ അപ്പുറം സ്ലമ്മിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് കണക്ഷനാണ് അയാളുടെ മുൻ തലമുറയുണ്ട് ഗുരുവായിട്ടുള്ളത്? സോ ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഹിസ്റ്ററിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഒരു അനാലിസ്റ്റോറിയൻ പറയുന്നത് ഇറ്റ്സ് എ ഫോറിൻ കൺട്രിയാണ്. നമ്മൾ പഴയ കാലത്തേക്ക് പോകുമ്പോഴേക്കും മറ്റൊരു വിദേശ രാജ്യത്തേക്ക് പോകുന്ന പോലെ ഞാൻ ഒരു പ്രൈവറ്റ് കോൺവെർസേഷൻ ഞാൻ പ്രൊഫസർ അനിലും കൂടെ പറഞ്ഞ കാര്യമുള്ളൂ. അപ്പോൾ ഈ തെരുവിൽ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു 500 വർഷം മുമ്പ് ജീവിച്ച ഒരാൾ ഇന്ന് വരികയാണ്, അയാൾക്ക് ഇതുകൊണ്ട് മനസ്സിലാവും ഈ സ്ഥലം. പക്ഷെ നമ്മൾ ഒരു വേറൊരു ഹിസ്റ്ററിയുടെ രീതിയിൽ ആലോചിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ ഓപ്പറേഷനെ കുറിച്ച് സംസാരിക്കേണ്ടി വരും, അതിൻ്റെ ഒരു ഹിസ്റ്ററിയെ കുറിച്ച് സംസാരിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി നാരേറ്റീവിലാണ് എന്താ പറയുക ഏറ്റവും ഹെജിമോണിക് ഐഡന്റിഫിക്കേഷൻസ് നടക്കുന്നത്. അത് ഒരേപോലെ തന്നെ നാഷണൽ ബിൽഡിങ്ങോട്ട് കണക്ട് ഒരു ഇതിൻ്റെ റോങ് വേ. നാഷണൽ ഇമാജിനേഷൻ അല്ല ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങിനായിട്ട് പല രീതി പറയുകയാണെങ്കിൽ
അയൺ ആൻഡ് സ്റ്റീൽ പോളിസി, ബ്ലഡ് ആൻഡ് സ്റ്റീൽ പോളിസിയാണ് അവർക്കുള്ളത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് NCERT ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾ കാണിക്കാറുണ്ട്. NCERT കാണിക്കുന്നതായാലും അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ഈ ഇത്തരം ഏജൻസീസ് കാണിക്കുന്നത് അവർ ഹിസ്റ്ററിയുടെ ഒരു രീതിയല്ല, സോഷ്യൽ സയൻസിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഇനി പറയുക, എന്താണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പഠിപ്പിക്കുക. അടിയന്തരാവസ്ഥയെ കുറിച്ച് പഠിപ്പിക്കുന്നതിൽ ആരെങ്കിലും എതിരല്ല. അതേസമയം നിങ്ങളുടെ പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിക്കുമ്പോഴേക്കും എന്താണ് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുക, അല്ലെങ്കിൽ അതേപോലെയുള്ള സംഗതികളെ കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല, അടിയന്തരാവസ്ഥ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ പറയുക. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ചരിത്രമോ സാമൂഹ്യ ശാസ്ത്രമോ പഠിപ്പിക്കുന്നതിൽ ഐഡിയോളജി എന്നുള്ളത് ഇൻവോൾവ് ആണ്. ഐഡിയോളജി ഇല്ലാന്ന് ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞൻ പറയുന്നത് എനിക്കറിയാം. ഇവിടുത്തെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലോ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾക്ക് ഞാൻ ഈ പറയുന്നതിനേക്കാൾ നന്നായിട്ട് പറയാൻ കഴിയുന്നത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങൾ ഐഡിയോളജി വെളിയിലാണ്. ഐഡിയോളജി ആണ്. പക്ഷേ വേറൊരു കാര്യം, ഈ ഐഡിയോളജി പറയുമ്പോൾ പോലും there are certain things which you cannot follow. അത് അതിൻ്റെ രീതിശാസ്ത്രം എന്നുള്ളത് ഏത് വിഷയമാണ് നമ്മൾ പഠിക്കുന്നത്, അതിൻ്റെ രീതിശാസ്ത്രം എന്നുള്ളതാണ്. ആ രീതിശാസ്ത്രത്തെ പിൻപറ്റിക്കൊണ്ട് മാത്രമേ പറയാനായിട്ട് സാധിക്കൂ. ഇപ്പം ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ എനിക്കറിയുന്ന രണ്ടാൾക്കാർ, രണ്ട് സുഹൃത്തുക്കൾ അതിനെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് വളരെ എന്താ പറയുക കൃത്യതയോടുകൂടി സാമൂഹ്യ ശാസ്ത്ര മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള ആന്ത്രോപോളജിസ്റ്റുകൾ ചെയ്തിട്ടുള്ള പഠനങ്ങളാണ് ജനസൈഡിനെ കുറിച്ചുള്ള സ്റ്റഡീസ്. അപ്പോൾ ഇത്തരം പഠനങ്ങൾ നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ സാമൂഹ്യ ശാസ്ത്ര പുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ഒരു ചാൻസലർ പറയാണ് നാളെ പറഞ്ഞ് നിങ്ങൾ അടിയന്തരാവസ്ഥയെ പറ്റി പഠിപ്പിക്കാൻ പറഞ്ഞു ഞാൻ പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ വീട്ടിൽ ചെയ്തില്ല. ഇപ്പോൾ സിലബസിലുണ്ടെങ്കിൽ പോലും ഞാനത് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ അത് തീരുമാനിക്കേണ്ടതിൻ്റെ ബാധ്യത അക്കാദമിക് ഫ്രീഡത്തിൻ്റെ സെൻസിബിലിറ്റി അത് നമ്മളെന്താണ് പറയുക, അതൊരു യൂണിവേഴ്സിറ്റിയിലെ അക്കാദമിക് ബോഡീസാണ് തീരുമാനിക്കുന്നത് എന്ത് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കാൻ അതിനുള്ളത്. അപ്പം അതുകൊണ്ട് ഈ NEP ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് ഇതിനെ വാട്ടർ ഡൗൺ ചെയ്യാന്നുള്ളത്. ഈ കാര്യങ്ങളെ അതിൻ്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുക, അത് വേണ്ട രീതിയിൽ ചെയ്യാതിരിക്കുക. അത് ഒരു ഡിബേറ്റുകളായിട്ട് പോയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിബേറ്റ് ചെയ്യേണ്ട കാര്യം അതിന് തോന്നിയവാസം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഞാനത് എപ്പോഴും നോക്കിയത് NEP വരുന്ന തൊട്ടടുത്ത കാലത്താണ് NEP പ്രഖ്യാപിക്കുന്ന സമയത്താണ് JNUവിൽ അക്രമം വരുന്നതായി അവിടെയുള്ള അധ്യാപകർ തലയടി പൊട്ടിക്കുകയും ചെയ്തു. ക്രിട്ടിക്കൽ തിങ്കിങ് NEP വായിച്ച് നമ്മൾ കാണുന്നതാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് വേണമെന്ന് അടക്കം പറയുന്നുണ്ട്. ഇത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് എന്തെങ്കിലും സാധ്യത ഉണ്ടായാലും ആളുകളുടെ തലയടിച്ച് പൊട്ടിക്കുകയും ചെയ്യുക. അപ്പം എന്താണ് അതിൻ്റെ ഒരു കാര്യം? യഥാർത്ഥത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പോസിറ്റീവായ സംഗതി ഉള്ളതായിട്ട് എനിക്ക് ഞാനത് വായിച്ചിട്ടില്ല. ഫൈനൽ വേർഷൻ മറ്റത് പലരുടെ റെസ്പോൺസൊക്കെ വായിച്ചായിരുന്നു ഈ NEP ഇറങ്ങുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു വലിയ തോതിൽ സാമൂഹ്യ ശാസ്ത്രത്തെ മാത്രമല്ല ഇപ്പോൾ എവല്യൂഷൻ തിയറി പഠിപ്പിക്കാൻ പാടില്ല, ഇങ്ങനെ ഒരുപാട് സയൻസിനെ വേണ്ട രീതിയിൽ പഠിപ്പിക്കാതിരിക്കുക, ഈ തരത്തിലുള്ള ഒരു വലിയ തരം ഓൺസുകളുണ്ട്. അത് നമുക്ക് ഒരുപാട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്റ്റേറ്റ് ഐഡിയോളജിയായി മാറുന്നുള്ളതാണ്. ഈ സ്റ്റേറ്റ് തന്നെ ഇത് ഇമ്പോസ് ചെയ്യുക, അതിന് നമ്മൾ എങ്ങനെ പ്രതിരോധിക്കുന്നുള്ളതാണ് ഏറ്റവും കാതലായ പ്രശ്നം. അവിടെയാണ് അക്കാദമിക് ഫ്രീഡത്തിൻ്റെ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഇത് ക്ലാസ് മുറിയിലെ യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നം മാത്രമല്ല. കാരണം ഇന്ത്യയിലെ ഇതേമാതിരി ആളുകളെ മന്ദബുദ്ധികളാക്കുന്നതിനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ഇത്തരം ഹിസ്റ്ററി പഠിച്ചു കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായിട്ടും യാതൊരു തരത്തിലുള്ള എന്താ പറയുക ഇന്ത്യൻ സോഷ്യൽ പ്രോസസ്സിനെ കുറിച്ചുള്ള ധാരണ ഇല്ലാതായിരുന്നു കുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വരുന്നത്. അത് വലിയ തോതിലുള്ള പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ പ്രൊഫസർ അനിൽ ചോദിച്ച ചോദ്യങ്ങൾ ഹിസ്റ്ററിയുടെ പുള്ളി അഗ്രി വിത്ത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയെ സംബന്ധിച്ചുള്ള ഡിസിപ്ലിൻ്റെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ഹിസ്റ്ററി പഴയ കാലത്ത് സംഭവിച്ച എന്ത് കാര്യങ്ങളും ഹിസ്റ്ററിയായിട്ട് മാറുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഇത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ വേറൊരു പഠനത്തിൽ പറഞ്ഞൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പത്രങ്ങളുടെ എണ്ണം നോക്കിയാൽ മതിയില്ല. പലപ്പോഴും മലയാള പത്രം എല്ലാ പത്രങ്ങളും ഉള്ളതാണ്. അത് ചരിത്രമായി എന്തെങ്കിലും ഒരു സംഗതി സംഭവിച്ചു കഴിഞ്ഞാൽ അത് ചരിത്രമായി എന്നുള്ളത് ഇവരൊക്കെ തീരുമാനിക്കണം. അപ്പോൾ നമുക്കറിയാം എന്താണ് ചരിത്രമാകുന്നത്, എന്ത്
അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുൻപത്തെ സെഷനിൽ സൂചിപ്പിച്ച കീഴാള ജീവിതം ചരിത്രമാണ്. സത്യം പറയാൻ കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് ഇത്തരം ഹിസ്റ്ററീസ് പല രീതിയിൽ എഴുതപ്പെട്ടു. അപ്പോൾ ഹിസ്റ്ററി ഒരു സിംഗുലർ മോഡല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയും. അപ്പോൾ മൾട്ടിപ്പിൾ മോഡലുള്ള ഈ ഹിസ്റ്ററി അത് നിലനിൽക്കുന്നുണ്ട് ആക്ച്വലി. പക്ഷേ അതൊരു പാരമ്പര്യം എന്ന നിലയ്ക്ക് വീണ്ടും വീണ്ടും പിന്നെ അത്തരം പഠനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു കണ്ടസ്റ്റേഷൻ്റെ കാര്യമാണെന്നായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് എന്നുള്ളത് ഏത് തരത്തിലുള്ള സാമൂഹ്യ ശാസ്ത്ര വിജ്ഞാനത്തിൽ ആവശ്യമാണ്. അപ്പോൾ അത് ഒരുപക്ഷെ ഇക്കോണമിസ്റ്റുകൾ അത്തരം ഒരു ആർഗ്യുമെന്റ് എല്ലാ തരത്തിലും അത് വിലയിരുത്തുന്നത്. അതിനും പൊളിറ്റിക്കൽ ഇക്കോണമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആർഗ്യുമെന്റിൽ വളരെ വ്യത്യാസമാണ്. ഒരു ലാർജർ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് ലോങ് ടൈമിലെ ലാർജർ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിക്കുമ്പോഴേക്കും ഹിസ്റ്റോറിസൈസ് ചെയ്യാതെ അവർക്ക് പഠിക്കാൻ പറ്റുകയില്ല. ഉദാഹരണം നമ്മളിവിടെ ഈ തിരുവനന്തപുരത്തെ വേജസിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ആൾക്കാർ ലോകങ്ങൾ പ്രാദേശിക ചരിത്രം എന്ന് പറയാം. പലവട്ടം പ്രാദേശിക ചരിത്രം ഞാൻ പലപ്പോഴും പ്രാദേശിക ചരിത്രം കണ്ടാൽ ഓടുന്ന ഒരാളാണ്. പ്രാദേശിക ചരിത്രത്തിൽ മറ്റു പല പ്രശ്നമാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ അഗ്രികൾച്ചറൽ വേജിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ എഴുതുക. അത് ഒരു ഇക്കോണമിസ്റ്റ് എഴുതുക, ഹിസ്റ്റോറിയൻ ആർക്കായാലും അത് ഹിസ്റ്റോറിസൈസ് ചെയ്യാൻ എഴുതാൻ പറ്റും. വേജസിനെ കുറിച്ച് എഴുതുക. ഇക്കോണമിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷം മുമ്പ് വേജസ് ഉണ്ടായിരുന്നു. എന്നിട്ട് മാത്രമേ ഇപ്പോഴത്തെ അവർക്ക് എന്തായാലും ഒരു ബേസ് ചെയ്യാൻ വേണ്ടി വരും കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഹിസ്റ്റോറിക്സ് നമുക്ക് നോർമലി ഒരു ടൈം ഫ്രെയിമിനുള്ളിലാണ് പഠിക്കുക. അത് ഇത്തരം ഒരുപാട് ഇഷ്യൂ മിക്കവാറും സാമൂഹ്യ ശാസ്ത്രത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളും എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ഒരു പെർസ്പെക്റ്റീവ് ആവശ്യമാണ്. പക്ഷെ അതേസമയം അതിന് റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഇപ്പോൾ അതിലാണ് പറയുന്നത് പിന്നെ സിൻക്രോണിക് ഡയക്രോണിക് അനാലിസിസ് സോഷ്യോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകളെങ്കിലും അത്തരത്തിലുള്ള ഒരു മൂവ് ചെയ്യാനായിട്ട് ഇഷ്ടമില്ലാത്തവരാണ്. എന്നാൽ അതേസമയം എത്രയോ ആളുകൾ ഇപ്പം സോഷ്യോളജിയുടെ എന്താ പറയുക മേജർ ഫിഗേഴ്സ് അതിൻ്റെ ഏർലി ഇന്റലക്ച്വൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണെങ്കിൽ ദുർഗയോ ലേബർ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയും ഹിസ്റ്റോറിക്കലായിട്ടുള്ള പഠനങ്ങളാണ്. അഗ്രേറിയൻ ഇക്കോണമീസിനെ കുറിച്ച് സൊസൈറ്റീസ് മറ്റ് പല ഇഷ്യൂസിനെ കുറിച്ച് ചരിത്രപരമായിട്ടുള്ള പഠനങ്ങളൊക്കെ. അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ റിസർച്ചിൻ്റെ ഒരു പിൻബലം. നിങ്ങളിപ്പോൾ ഈവൻസ് കുറിച്ചായിട്ടുള്ള സോഷ്യൽ ആൻഡ്രോളജിസ്റ്റുകൾ ഹിസ്റ്റോറിസൈസ് ചെയ്യണമെന്ന് അവരുടെ വിദ്യാർത്ഥികൾ ആൻഡ്രോളജി ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇപ്പോൾ അത്യാവശ്യമായി ലാസ്റ്റ് ഈ സാമൂഹ്യശാസ്ത്ര പഠനങ്ങൾ ആൻഡ്രോളജി സബ്ജക്ട് എടുത്താലും ഒരു ഹിസ്റ്റോറിക്കൽ ഡിമെൻഷനുള്ളത് ഈ നമ്മൾ മുമ്പ് പറഞ്ഞ ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസസ് വളരെ പ്രധാനമാണ്. അതിനകത്തൊരു കോംപ്ലിമെൻ്റായിട്ട് എലിമെൻ്റ് തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസസ് എന്നുള്ള ഞാൻ വാലസ്റ്റൈൻ കൺസെപ്റ്റായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് അദ്ദേഹം ഇത് പൂർണ്ണമായിട്ടും ഊന്നി പറയുന്ന ഇക്കോണമിയിലെ സൊസൈറ്റിയുടെ ലോങ് ടൈമിലുള്ള സ്റ്റഡികൾ മാത്രമേ നമുക്ക് കാണുന്നുള്ളൂ. അപ്പം വേറെ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇത് ഗ്ലോബലൈസേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും ഒരു എന്താ പറയുക നിയോ ലിബറൽ ഇക്കോണമിയുടെ കോൺടെക്സ്റ്റിലാണെങ്കിൽ എപ്പോഴും പഠനങ്ങൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഒരു ഹിസ്റ്ററീസിലായിട്ട് എത്തിപ്പെടുക. അതേസമയം ഇമാനുവൽ വാലസ്റ്റൈനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു ലോങ് ടൈം ഹിസ്റ്ററിയിൽ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇത് പുള്ളിയുടെ എല്ലാ പുസ്തകങ്ങളും പറയുന്നതാണ്. ഹ്യൂമൻ സൊസൈറ്റീസ് ആർ ഓൾവേസ് ബീൻ ഗ്ലോബൽ എന്നുള്ള ഐഡിയ. പണ്ട് കാലം പോലെ പണ്ടെന്നുള്ളത് ഞാൻ പലപ്പോഴും വിദ്യാർത്ഥികൾ പറയാറുണ്ട്. ചിലർക്ക് അക്കാലം പറഞ്ഞു ആദ്യകാലം എന്ന് പറയും. എന്താണ് ആദ്യകാലം എന്നുള്ളത്? ഇറ്റ്സ് എ വെരി വിഷി കൈൻഡ് ഓഫ് യൂസ്. ലെറ്റ്സ് ബി വെരി സ്പെസിഫിക്. ഹ്യൂമൻ ഹിസ്റ്ററിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആലോചിക്കുകയാണെങ്കിൽ ആ ഹിസ്റ്ററി എപ്പോഴും എന്തായാലും ഒരു ഗ്ലോബൽ ഹിസ്റ്ററി. വാലസ്റ്റൈൻ ഹാസ് എ വെരി കോംപ്ലക്സ് ആർഗ്യുമെന്റ്, very interesting argument. But very correctly, historical social sciences എന്നുള്ളത് ഇതിൻ്റെ ഒരു സമയത്തിൻ്റെ ഈ ഒരു ദീർഘകാലയളവിൽ ഉള്ള സ്ട്രക്ചേഴ്സിൻ്റെ എവല്യൂഷനെ കുറിച്ച് പറയുന്നത്. അത് ജിയോളജിസ്റ്റുകളുടെ ടൈമാണ് അവർ കമ്പയർ ചെയ്തത്. പ്രധാന ഹിസ്റ്റോറിയൻസ് ചെയ്തത് ജിയോളജിസ്റ്റുകളുടെ ടൈം മനുഷ്യൻ്റെ ടൈം ഒരു സ്കെയിൽ വെച്ച മനുഷ്യൻ്റെ ടൈം എന്ന് പറയുന്നത് ജിയോളജിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ കണ്ണടച്ച് നടത്തുന്ന സമയം മാത്രമേ ഉള്ളൂ. അതാണ് അവരുടെ ഒരു ടൈമിൻ്റെ സ്കെയിൽ. ഇതേ രീതിയിൽ ഈ ഹിസ്റ്ററിയിൽ ടൈം സ്കെയിൽ എന്ന് പറയുന്നത് ഒരു
ദീർഘകാലയളവിലുള്ള സമയം അതിനുള്ളിലാണ് ഈ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നത് ഈ ക്രിട്ടിക്കാലിറ്റി എന്നുള്ള എലിമെന്റ് വരുന്നതാണ്. അതിനെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളിടത്ത് ആണ് അവസാനത്തെ പ്രശ്നം കിടക്കുന്നത്. കാരണം ഫ്രീഡം, ഡിഗ്നിറ്റി, ഹ്യൂമൻ റൈറ്റ്സ് ഹു നീഡ്സ് ഇറ്റ് ബേസിക്കലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഐ തിങ്ക് many people before me have already felt it very severely. There is an ethical and moral question involved. യഥാർത്ഥത്തിൽ നമ്മളൊരു നോർമറ്റിവിറ്റി വെച്ച് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ മോറൽ ക്വസ്റ്റ്യൻ, എത്തിക്കൽ ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ അത് ആ എത്തിക്കൽ ക്വസ്റ്റ്യൻ വരുന്നത് എവിടുന്ന ഒരു അത് റൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഫ്രീഡം, ഡിഗ്നിറ്റി, ഹ്യൂമൻ റൈറ്റ്സ് ആണ്. ആധുനിക കാലത്ത് ഇതാണ് ഒരു കാർഡിനൽ ഇഷ്യൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു എത്തിക്കൽ കമ്മിറ്റ്മെൻറ്റിനാണ് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള എന്താ പറയുക പുതിയ ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ. അത് ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ തിയറി ആയിട്ടോ സോഷ്യൽ തിയറി ആയിട്ടോ ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് ഡോമിനന്റ് ക്ലാസ്, ഹെജമോണിക് ക്ലാസസിനാവണമെന്നില്ല ഇതിൽ താല്പര്യം. ഹെജമോണിക് ക്ലാസസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്താ നടക്കുന്നത് നമുക്കറിയാം. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് മുൻപുള്ള തലമുറയിലെ ഒരു ക്രിട്ടിക്കൽ സോഷ്യൽ തിയറിസ്റ്റുകൾ ഇത്രയും പോലും വിചാരിച്ചിട്ടുണ്ടാവത്തില്ല. ബട്ട് ദേ ന്യൂ ദാറ്റ്. കാരണം ഇപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് വിചാരിക്കാൻ പറ്റുന്നതിന് അപ്പുറം. ഇത് ഈ ഒരു പ്രോസസ്സിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ സോഷ്യൽ സയൻസ് ചെയ്യാനായിട്ട്. ദാറ്റ്സ് എ ബിഗ് ചാലഞ്ച്. ഓഫ്കോഴ്സ് അതേ ഒരു നാഷണലിസത്തിൻ്റെ പറ്റി ഓൾ ദീസ് തിങ്സ് ആർ ഇൻവോൾവ് ചെയ്തു. ഇപ്പോഴത്തെ കാണുന്ന ദേശീയത നമ്മൾ ആൾക്കാരെ കൊണ്ടുവന്ന ഒരു ക്രൂരത. വി ഓൾ നോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് നാഷണലിസം. വി നീഡ് സം അതർ ടൈം ടു ഡിസ്ക്രൈബ് ദിസ്. കാരണം ദേശീയത എന്ന് പറയുന്നത് ഒരു പക്ഷേ ലിബറേറ്ററി ആയിരുന്ന ആൻറ്റി കൊളോണിയൽ വേർഷനിൽ മാത്രമാണ്. ബാക്കിയുള്ളവർക്കെല്ലാം ദേശീയത ആളുകളെ വെറുതെ നശിപ്പിക്കുമാക്കിയിട്ടുണ്ട്. സബാൾട്ടൻ ഹിസ്റ്ററി അതുപോലെ കീഴാള ചരിത്രം എന്നൊക്കെ പറയുന്നതിനെ സംബന്ധിച്ച് പറയണ്ട. അപ്പോൾ കഴിഞ്ഞ സെഷൻ മുന്നത്തേക്കാണ് ഭാഷ എന്നൊരു സൂചന പോലെ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ സ്ലേവറിൽ മുൻനിർത്തി കേരളത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നോക്കിക്കാണാനുള്ള ശ്രമമാണ് ഭാഷ നടത്തുന്നത് അല്ലെങ്കിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു അഭിമുഖ സംഭാഷണത്തിൽ അതായത് മാതൃഭൂമി പബ്ലിഷ് ചെയ്ത ഷിനാസ് ഷിനാസിൻ്റെ പിന്നെ സനൽ മോഹനോട് രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം, താങ്കളുടെ ബാല്യകാലം ഇത്തരത്തിലുള്ളൊരു ചരിത്രാന്വേഷണത്തിലേക്ക് ഏത് രീതിയിലാണ് താങ്കളുടെ ബാല്യകാലത്തെ അനുഭവങ്ങൾ അല്ലെങ്കിൽ പൂർവ്വ വംശാവലി പരമ്പരകൾ എങ്ങനെയാണ് ഇതിലേക്ക് സ്വാധീനിച്ചതെന്നുള്ളൊരു ചോദിക്കുന്നത്. ഇത് മറ്റ് കേരള ചരിത്രകാരന്മാർ നേരിടാൻ ഇടയില്ലാത്തൊരു ചോദ്യമാണ്. അതായത് ശ്രീധരനോ അല്ലെങ്കിൽ MGS നാരായണനോ കേശവ പണിക്കർക്കോ രാജഗുരുക്കളോ നേരിടാൻ സാധ്യതയില്ലാത്തൊരു ചോദ്യമാണ് സനൽ മോഹൻ കേരളത്തിൽ ഒരു ചരിത്രമായിട്ടുന്ന ഒരാൾ നേരിടുന്ന ഒരു ചോദ്യം. ഇതിനെങ്ങനെയാണ് അത് സനൽ മോഹൻ വളരെ സ്വാഭാവികമായിട്ട് അതിനെ പ്രതികരിക്കുന്നുണ്ട്. തന്റെ ഒരു വംശാവലി പറയുന്നു, ആ പ്രദേശത്തിലേക്കുള്ള ക്രിസ്ത്യൻ മറ്റ് ദലിത് ക്രൈസ്തവ കുടിയേറ്റങ്ങൾ സംഘർഷങ്ങൾ ഇതൊക്കെ പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം ഈ പണ്ട് ആദ്യകാലം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈ പ്രയോഗങ്ങൾ മുൻനിർത്തിയിട്ട് അതേ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്ന കാര്യം സുവർണ്ണ ഭൂതകാലം എന്ന് പറയുന്നൊരു ടൈം മുൻനിർത്തിയിട്ടുണ്ട്. അത് ഭാഷ അത് പറയുന്നത് ഇതിന് പുറകിലുള്ള വിഭാവനത്തിനാണ് ഞാൻ പ്രശ്നവൽക്കരിക്കുക. അല്ലാതെ സുവർണ്ണ ഭൂതകാലം ഉണ്ടോ ഇല്ലോ എന്നുള്ള എൻ്റെ ഒരു കൺസേൺ അല്ല, മറിച്ച് ഇതിന് പുറകിലുണ്ടായിരുന്ന ഒരു എംബിഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു ഇമാജിനറി കൺസെപ്റ്റ് എന്താണ്, ഇതിനാണ്. അപ്പോൾ ഈ സുവർണ്ണ ഭൂതകാലം നിരന്തരം കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അത് ആദായകരമായിട്ടും അതുപോലെ തന്നെ പ്രതിലോമകരമായിട്ടും നടത്തപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ നിലവിൽ. അതായത് ഇപ്പോൾ കേരളീയ ആധുനികത നവോത്ഥാനം ഇതിന് മുൻനിർത്തി ഒരു സുവർണ്ണ ഭൂതകാല നിർമ്മാണം നടക്കുന്നത്. അതേസമയം ഒരു പാൻ ഇന്ത്യൻ മറ്റൊരു രീതിയിലുള്ള സവർണ ആര്യവർത്ത ഭൂതകാലത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. അപ്പൊ ഇതിനോടൊരു ഈ രണ്ട് കാര്യങ്ങളോട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. താങ്ക് യു. ഷിനാസ് ചോദിച്ച ചോദ്യം നമ്മളെ ഇങ്ങനെ ഒരു ചോദ്യം എനിക്കും വിചാരിച്ചിട്ടില്ല. താങ്ക് യു വെരി മച്ച്. അത് ഷിനാസ് ചോദിച്ച ചോദ്യം എന്താണ്, എങ്ങനെയാണ് ഈ ഇത്തരം പഠനങ്ങൾ എത്തിപ്പെട്ടത്?
അത് ഞാൻ വളർന്നു വരുന്ന സമൂഹത്തിൽ അമൃതത്തിൽ പറഞ്ഞ മാതിരി തന്നെ ഇത്തരം ഒരു സോഷ്യൽ മെമ്മറിയിൽ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷെ അങ്ങനെ അധികം ആൾക്കാർ അത് പറയാറുണ്ടായിരുന്നു. പക്ഷെ വളരെ ചില സന്ദർഭങ്ങൾ മാത്രം കേട്ടിട്ടുള്ള ഒരു സംഗതി. അപ്പം പിന്നീട് ഞാൻ ഈ നിങ്ങൾ പറഞ്ഞതുപോലെ എന്താണ് സബാൾട്ടൻ ഹിസ്റ്ററി അത്തരത്തിലുള്ള സോഷ്യൽ സയൻസ് റൈറ്റിംഗ്സ് ഒക്കെ പരിചയം ഉണ്ടായിരുന്നു എന്ന് കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ് വിചാരിക്കുക. എന്ന് മാത്രമല്ല അങ്ങനെ ഉള്ള ഞാൻ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷമാണ് ഉദാഹരണത്തിൽ വിഷ്വൽ ട്രൂയുടെ പുസ്തകം വായിക്കും. ഞാൻ ഈ വർക്ക് ചെയ്ത് സബ്സിക്വൻറ്റ് ആദ്യത്തെ ഫേസിന് ശേഷമാണ് വിഷ്വൽ ട്രൂയുടെ സൈലൻസ് ഇൻ ദി പാസ്റ്റ് എന്നുള്ള പുസ്തകം വായിക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു കാര്യം പറയാൻ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസ്ലേവ്ഡ് ആയിട്ടുള്ള ഹിസ്റ്ററീസ് ഉള്ള പല സംഭവങ്ങളുണ്ട്. ആളുകൾ ഈ കുടുംബ സർക്കിളുകളിൽ ഫാമിലി ഗാദറിങ്ങിലൊക്കെയും ഇത്തരം കഥകൾ പറയുന്ന ഒരു സാഹചര്യം. പക്ഷേ എനിക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ആ രീതിയിൽ നിലനിൽക്കുന്നത് ഞാൻ കാണുന്നത്. പക്ഷേ അതിന് ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ പക്ഷേ ഒരു ഹിസ്റ്റോറിക്കൽ പാസ്റ്റ് മറന്നിട്ടായിരിക്കും ആളുകൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതൊരു പോസിബിലിറ്റിയാണ്. നമുക്ക് അങ്ങനെ എന്തുകൊണ്ട് ഈ കഥകൾ അക്രോസ് ജനറേഷൻസ് മാറിയില്ല എന്നുള്ളത് ഐ ഡോണ്ട് ഹാവ് ആൻ ആൻസർ ആസ്പെക്ട്. ഇതൊരു തോന്നൽ ഇതാണ്. ഒരുപക്ഷെ ഈ കഥകൾ വിൽഫുൾ ആയിട്ട് മറക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അത് അങ്ങനെ പൂർണ്ണമായിട്ടും സപ്രസ് ചെയ്തത്. അപ്പോൾ സപ്രസ് ചെയ്യാത്തതുകൊണ്ടാണ് വിഷ്വൽ ട്രൂയെ എന്ന് പറയുന്ന ഒരു സംഗതി സൈലൻസ് ഇൻ ദി പാസ്റ്റ് അതേപോലെ സ്ലേവറി ഈസ് ലൈക്ക് എ ഗോസ്റ്റ് എന്നൊരു സംഗതി. അതിന് നമ്മൾ ആ ഗോസ്റ്റിന് വി കനോട്ട് സപ്രസ് സപ്രസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്തരം എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ സമൂഹങ്ങളിലുള്ള ആളുകളായിട്ട് നിങ്ങൾ ഒരു ദീർഘകാലയളവിലുള്ള ബന്ധം സ്ഥാപിച്ചാൽ നമ്മൾ കോൺവെർസേഷനിൽ ബന്ധം സ്ഥാപിച്ചിരുന്നത് ഇവൻച്വലി ദേ വിൽ സ്റ്റാർട്ട് സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ്. അത് അക്രോസ് ജനറേഷൻസ് എങ്ങനെയാണ് ഒരു സോഷ്യൽ മെമ്മറിയായി മാറിയിട്ട് ആളുകൾ പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് സാമൂഹിക ശാസ്ത്രത്തിലും ചരിത്രത്തിലും മെമ്മറി സ്റ്റഡീസിലും അതിനുള്ള ഡിവൈസ് ഉണ്ടാക്കുക. ഈ മെമ്മറി എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് അത് കൺസ്ട്രക്റ്റഡ് എനി മെമ്മറി ഈസ് കൺസ്ട്രക്റ്റഡ് ഫോർ ദാറ്റ് മാറ്റർ. അതിനെങ്ങനെ സാമൂഹിക ശാസ്ത്ര പദ്ധതിയുടെ ഭാഗമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് സഹായകരമായി തീരുമെന്നുള്ളതിനെ പറ്റിയുള്ള പഠനങ്ങളുണ്ട്. അപ്പോൾ അത് ആ ഒരു കോൺടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷേ ഇത് മറ്റൊരു ചോദ്യം എന്തുകൊണ്ട് പിന്നെ രാജ്യങ്ങൾക്കുള്ള അങ്ങനെയുള്ള ആളുകൾ ഇതിനെ കാണുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഹിസ്റ്ററിയുടെ പെർസ്പെക്റ്റീവ് വ്യത്യാസമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഡോക്യുമെന്റഡ് ഹിസ്റ്ററിയാണ് അവരൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് വ്യക്തമായിട്ടുള്ള ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസസ് ഉള്ള വട്ടത്തിലോ ഓരത്തിലൊക്കെ എവിഡൻസസ് ഉള്ള അങ്ങനെ അത് ഡോമിനന്റ് സോഷ്യൽ ഗ്രൂപ്പിൻ്റെ അല്ലെ പഴയ 9, 11, 12 നൂറ്റാണ്ടുകളിലുള്ള ആ കാലഘട്ടത്തിൽ NGSന്റെ ഇതിലാണ് ഹെജിമോണിക് ഗ്രൂപ്പ്സിൻ്റെ ഒരു ഇതാണ് റിസർച്ച്. അതിനെപ്പറ്റിയാണ്. പക്ഷേ ഡോക്യുമെന്റഡ് ആണ്, ഇൻസ്ക്രിപ്ഷൻസ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. പക്ഷേ അതിൽ തന്നെയും NGSന്റെ പുസ്തകത്തിൽ എൻസ്ലേവ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. ഹി ഓൾസോ സ്പീക്സ് അബൌട്ട് ദാറ്റ്. പക്ഷെ അത് സെൻട്രൽ ആയിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. സെൻട്രലായി മാറുന്നത് സോഷ്യൽ സയൻസിൻ്റെ കൺസേൺസ് മാറുമ്പോഴാണ് അത്തരം പുതിയ ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, പക്ഷേ ഇപ്പോൾ ഇന്ത്യയുടെ മറ്റു പല പ്രദേശങ്ങളെ കുറിച്ചുള്ള ഒരു സോഷ്യോളജിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി, ഇപ്പോൾ ലേബർ ഹിസ്റ്ററി ഒക്കെ ചെയ്ത ചില ആളുകളെങ്കിലും വിവിധ പ്രദേശങ്ങളിലെ എൻസ്ലേവ്മെന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പം ബീഹാറിലെ കാമിയ സിസ്റ്റത്തെ കുറിച്ച് ജ്ഞാനപ്രകാശ് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ അത്തരം കമ്മ്യൂണിറ്റിയിൽ വന്ന ആൾക്കാർ. സോ ദർ ഇസ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ്. ഈ പഠിക്കുന്ന സമൂഹങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ പറയാം പാർട്ടിസിപ്പേറ്റിംഗ് കമ്മ്യൂണിറ്റീസ് ആണ് പറയാം. റിസർച്ച് പാർട്ടിസിപ്പൻസ് എന്ന വാക്കുകളെങ്കിലും ജനാധിപത്യം റിസർച്ച് പാർട്ടിസിപ്പൻസും ഈ സ്കോളേഴ്സും തമ്മിലുള്ള ബന്ധത്തിന് വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളല്ല അവരവിടെ അഭിമുഖീകരിക്കുന്നത്. അതൊരു എന്താ പറയുക ഒരു കണക്കിൽ സോഷ്യൽ സയൻസ് കൺസേൺസ് മാറി വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് അത്തരം ചോദ്യങ്ങളുണ്ടായിരുന്നത്. ആ ചോദ്യം എനിക്കത് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഐ വാണ്ടഡ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ. അത് പക്ഷേ അതേസമയം
നമ്മളുടെ ഇവിടെ ഇത്തരം ചോദ്യങ്ങൾ ഇല്ലാത്തത് ഇത്തരം ഹിസ്റ്ററീസ് ഇല്ലാത്തത് വരും. അമേരിക്കൻ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ലേവറിയെ കുറിച്ചുള്ള ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള അവർക്ക് വൈറ്റ്സ്, ഒരു വൈറ്റ്സും അതുപോലെ തന്നെ ബ്ലാക്സും നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ജീനോവീസിൻ്റെ സ്റ്റഡി എടുക്കുകയാണെങ്കിൽ റോളൻ ജോർഡൻ റോൾ എന്നുള്ള പുസ്തകം, that's a very important book actually, American slavery സംബന്ധിച്ച്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വരുന്ന സേദി ഹാർട്ട്മാൻ അതിലുള്ള ആളുകൾ ചിലപ്പോൾ നമുക്ക് അവൈലബിൾ ആവുകയാണ് ഈ ബുക്കാർ. അപ്പോൾ അവർ ബ്ലാക്ക് കമ്മ്യൂണിറ്റിയിലുള്ള ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ് ഈ സേദി ഹാർട്ട്മാൻ. അതേസമയം ഈ ജീനോവീസ് എഴുതിയിട്ടുള്ള പുസ്തകം ഇന്നും വളരെ അയാൾക്ക് മാർക്സിസ്റ്റ് സംഭവം പക്ഷെ അയാൾ മാർക്സിസ്റ്റ് ഓറിയന്റേഷനുള്ള കീഴിൽ ചെയ്ത പുസ്തകം അയാൾ റിവൈസ് ചെയ്യാൻ പറ്റും. ആ പുസ്തകം അതേപോലെ തന്നെയാണ് ഉള്ളത്. അയാൾ പൊളിറ്റിക്കൽ രീതിക്ക് മാറിയെന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് പോയിന്റ് ഇതാണ്, ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായി നിലനിൽക്കുന്ന സമൂഹങ്ങളിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഹിസ്റ്റോറിയൻ നമ്മുടെ ഇവിടെ ഇതൊരു അന്വേഷണ വിഷയമാവാത്തത് കൊണ്ടും ഇങ്ങനത്തെ വലിയ ഇവിടുത്തെ ഡിബേറ്റ് സത്യം പറഞ്ഞാൽ വളരെ സുഷ്ഠമായിട്ടുള്ള ഡിബേറ്റ്. It is to be developed ആയിട്ട് ഏത് തരത്തിലെല്ലാം ഇത് ഡെവലപ്പ് ചെയ്യാമെന്നുള്ളത് അതിന് ഒരുപാട് പ്രശ്നമുണ്ട്. സോഴ്സ് മെറ്റീരിയൽസിൻ്റെ പ്രശ്നമുണ്ട്, ഇൻഫർമേഷൻ എങ്ങനെ കിട്ടുന്നുള്ളത് ധാരാളം. We can discuss it. I'm taking too much of liberty to start. Sorry. We can discuss that. അടുത്ത ചോദ്യം ഗോൾഡൻ ഏജ് ഒരു സുവർണ്ണ ഭൂതകാലം. ബേസിക്കലി സുവർണ്ണ ഭൂതകാലം എന്നുള്ളത് ആ ഒരു ഹിസ്റ്റോറിക്കൽ കൺസ്ട്രക്ട് മാത്രമാണ്. ഒരു പർട്ടിക്കുലർ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ഉണ്ടായിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ് സുവർണ്ണ ഭൂതകാലം. അങ്ങനത്തെ ഒരു സുവർണ്ണ ഭൂതകാലം ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അത് ആരുടെ സുവർണ്ണകാലമായാലും, ഈ ഒപ്രസ് കാസ്റ്റ് സുവർണ്ണകാലമായാലും അവിടെ ആയിരുന്നു ഒപ്രസ് കാലത്തിൽ ഈ സുവർണ്ണം ഉണ്ടാക്കാൻ പറ്റുമോ? That's the thing. The moment you imagine, that's my disagreements with most of these those who write double histories, thinking that we are an empire. That's all nonsense. അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഫ്യൂച്ചർ സൊസൈറ്റി, ബെറ്റർ സൊസൈറ്റി ആണെങ്കിൽ നിങ്ങളുടെ ആൾക്കാരെ രാജാക്കന്മാരാണെന്ന കാര്യത്തിലാണ്. അവിടെ ഇവർ ഓപ്പറേറ്റ് ചെയ്ത് നികുതി പിരിക്കാൻ ഒരു രാജ്യം എവിടെ നിന്നിട്ടില്ല. നികുതി പിരിച്ചോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഓപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഓപ്പറേഷൻ്റെ ഒരു ഹിസ്റ്ററി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബേസിക്കലി ഒരു ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസ് പെർസ്പെക്റ്റീവിലൂടെ കാണുന്നത് റിയലി വി നീഡ് ടു ലുക്ക് അറ്റ് ദ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് എനി ടൈം. ആ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സിനാണ്. ആ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് നമുക്കറിയാം നീതിപൂർവമായിട്ട് എവിടെയും നിലനിന്നിട്ടില്ല. അത് ആര് ഭരിച്ചാലും ഭരണത്തിന് വിധേയരാകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ വിധേയരാകുന്നതിന് എന്തായാലും അടി കിട്ടിയിട്ടുള്ളതാണ് യാഥാർത്ഥ്യം. സോ ഐ എം ജസ്റ്റ് റെഡ്യൂസിംഗ് ദി ഹോൾ ആർഗ്യുമെന്റ്. My position is that, so therefore we need to critique the whole notion of government in the past. അതേസമയം പ്രൊഫസർ അനിൽ പറഞ്ഞ ഈ ഹെജിമോണിക് ഹിസ്റ്ററിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പറയാം, ഒരു സുവർണ്ണകാലം എന്നുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററി മാത്രമല്ല, it is there in all histories, but we know that there was no golden age. Golden age എന്നുള്ളത് ഞങ്ങളപ്പോൾ എന്നെ പഠിക്കുന്ന DN Jha എന്നൊരു ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ പുസ്തകമുണ്ട് നേഷണൽ ഇന്ത്യ. There is a sentence that all of us studied. For all the rulers, all across history, all histories have been the histories of golden age. But here what is very different, but this is the science. ഭരിച്ചവരെ സംബന്ധിച്ചുള്ള എല്ലാ കാലം സുവർണ്ണകാലമാണ് ബാക്കിയുള്ളവർക്ക്. സോ therefore we need to critique that. അതുകൊണ്ട് ഈ സാമ്രാജ്യം അങ്ങനെ ഇമാജിൻ ചെയ്തു വെച്ചാൽ അതൊരു സംഭവിക്കും. സോ therefore you can only imagine why people talk about a certain kind of golden age in the past. അപ്പോൾ അതിന് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ we have to be critical of all the oppressive structures existing here. That's why I'm saying if ഒരു undergraduate എന്ന് പറയുന്നത് ഇവിടുത്തെ റൈറ്റിംഗ് കൂടെ നിൽക്കുകയാണെങ്കിൽ I just doubt what sort of undergraduate this person is. കാരണം ബേസിക് ആയിട്ടുള്ള വെച്ചാൽ ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ഉണ്ടാവണമെന്ന് പറഞ്ഞ ആളാണ് അംബേദ്കർ. If you have really taken that idea, then it is a relentless struggle against all forms of inequality. And then you cannot be a president of India if you are undergraduate and going with something else. This is the trouble with that. So therefore the commitment is to a certain kind of ideal.
ഞാനിപ്പോൾ ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഈ സോഷ്യൽ സയൻസ് ഒക്കെ വാല്യൂ ഫ്രീ ആകാന്നുള്ളതുകൊണ്ടാണ് ഇറ്റ് കംസ് ബാക്ക് ടു അസ് ആൻഡ് ഹിറ്റ്സ് അസ്. ഈ ഒരു ആശയം നമ്മൾ കിട്ടിയത് വാല്യൂ ന്യൂട്രൽ അല്ല, എത്തിക്കൽ കൺസേൺസ്, റിയൽ മോറൽ ക്വസ്റ്റ്യൻസ് വിളിക്കും. ആ മോറൽ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ കമ്മിറ്റഡ് ടു an egalitarian society, then ഈ സുവർണകാലത്തുള്ള ഭാവിയിൽ പാസ്റ്റ് സുവർണകാലത്തെ നമ്മൾ തിങ്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് മൈ ഐ ഹോപ്പ് ഐ മേക്ക് ഇറ്റ് ക്ലിയർ. താങ്ക് യു. പിന്നെ സാർ ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസിൻ്റെ അതിനെ കുറിച്ചും പറഞ്ഞു. ചരിത്രത്തിന് ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസ് എന്ന നിലക്കുള്ള ഒരു നില കൂടി നമുക്ക് ആവശ്യമല്ലേ? കാലാനുസൃതമായോ അല്ലെങ്കിൽ ആവശ്യാനുസരണം എന്നോ പറയാമോ എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു നില കൂടി കൂടുതൽ ആവശ്യമില്ല. ഞാൻ ചോദിക്കാൻ കാരണം, നേരത്തെ നടന്ന സെഷനിൽ ഇപ്പോൾ പിന്നെ എഴുത്തച്ഛനെ മേൽജാതിക്കാർ ആ കായികമായി ആക്രമിച്ചപ്പോൾ ചീരൻ എന്ന് പറയുന്ന ഒരു കീഴാള പ്രതിനിധി അതിനെ പ്രതിരോധിച്ചു എന്ന് പറയുന്ന ഒരു ഭാവന, ചരിത്രത്തിലെ ഒരു ഭാവനാ സാധ്യതയെ, അത് ചരിത്രത്തിൻ്റെ എല്ലാ സാധ്യതയും ഉപയോഗിച്ച് ഒരു നോവലിസ്റ്റ് പുനഃസൃഷ്ടിക്കും. ഇങ്ങനെയുള്ള ഒന്നിനോട് ചരിത്രം ഒറ്റയടിക്കുക, അതിൻ്റെ റിജിഡ് ആയിട്ടുള്ള എല്ലാ രീതിശാസ്ത്രവും വെച്ചിട്ട് അതിനെ നിരാകരിക്കും. പക്ഷേ ഈ ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസിന് കുറച്ചും കൂടി അതിനോട് സംവാദാത്മകത പുലർത്താൻ കഴിയില്ലേ? 1:1 കറസ്പോണ്ടൻ്റ് ആവില്ല ചരിത്രം എന്ന് സാർ പറഞ്ഞു. അങ്ങനെ പറയാനും കഴിയില്ലല്ലോ. അത് 1:2 ആയാലും 4 ആയാലും ചീര പോലെ 1:101 ആയാലും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ചരിത്രം നമ്മുടെ വർത്തമാനകാല ജീവിതത്തെ 500 കൊല്ലം മുമ്പ് ഉള്ള ഒരു പാസ്റ്റുമായിട്ട് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കുന്നുണ്ട്. ആ കമ്മ്യൂണിക്കേഷനാണല്ലോ നമ്മുടെ വർത്തമാനകാലത്തെ ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അത്തരമൊരു പ്രക്രിയയിൽ ഇന്നത്തെ കാലത്ത് ഹിസ്റ്ററി ആസ് എ സോഷ്യൽ സയൻസ് എന്ന നിലയിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസ് എന്നുള്ള നിലയ്ക്കല്ലേ സംവാദാത്മകത കൂടുതലാവുക, അത് കൂടുതൽ ശക്തിപ്പെട്ടു വരേണ്ടതല്ലേ എന്നത് ഒരു ചോദ്യം. മറ്റൊന്ന്, ഈ അക്കാദമിക സ്വാതന്ത്ര്യം കുറയുകയും ക്രിറ്റിക്കൽ തിങ്കിങ് വേണം എന്ന് ഞാൻ സിസ്റ്റം എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. ഈ സിസ്റ്റം തന്നെ അങ്ങനെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്, അതിനകത്തൊരു വൈരുദ്ധ്യം ഉണ്ടല്ലോ സർ. അതിനെ നമ്മളെങ്ങനെ മറികടക്കും എന്നുള്ള ഒരു വിഷയം കൂടിയാണ്. പക്ഷേ ഇതിൽ ഒരു എന്താ പറയുക, ഈ സോഷ്യൽ ക്രിറ്റിക്കൽ സോഷ്യൽ സയൻസ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അതിനകത്ത് ഉള്ളടങ്ങിയിട്ടുള്ള ഒരു സ്വഭാവം ലിബറൽ തോട്ടിനോടുള്ള ഒരു വിമർശനത്തിൻ്റെ ഒരു തലം, പ്രത്യേകിച്ച് വെസ്റ്റേണിലൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ഉണ്ടായിരുന്നു ലിബറൽ ചിന്താഗതിയോടുള്ള അതിൻ്റെ വിമർശനം എന്ന് പറയുന്ന ഒരു തലം. ഇന്ന് നമ്മൾ സാമൂഹിക സാഹചര്യത്തിൽ പടിഞ്ഞാറാണെങ്കിലും നമ്മളുടെ ഏഷ്യൻ രാജ്യങ്ങളിലാണെങ്കിലും ഇപ്പം ട്രംപ് ഒരു ലിബറൽ വിരുദ്ധമായ ഒരു മൂല്യബോധമോ രാഷ്ട്രീയമോ ഒക്കെ മുന്നോട്ട് വെക്കുമ്പോൾ ലിബറലിസം തന്നെ പ്രതിസന്ധിയിലായ ഒരു സ്ഥലം നമുക്ക് കാണാൻ കഴിയും. ഇന്ത്യയിലാണെങ്കിലും ഇതേപോലെ തന്നെ ലിബറലിസത്തോട് ഇടഞ്ഞു നിൽക്കുന്ന ഒരു ഇല്ലിബറൽ പൊളിറ്റിക്കൽ തോട്ടും പ്രയോഗവും ഉള്ള ആളുകൾ വരികയും ലിബറൽ ഇക്കോണമിയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു. അപ്പം ഇതിനകത്തൊരു ഒരു വിരോധാഭാസം കടന്നു വരുന്നത് ഈ സ്റ്റേറ്റും ഈ ക്രിറ്റിക്കൽ തോട്ടുമായിട്ടുള്ള ബന്ധം, സ്റ്റേറ്റിൻ്റെ രൂപവും ക്രിറ്റിക്കൽ തോട്ടുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നൊരു ചോദ്യം ഒരുപക്ഷെ ഉയർന്നു വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് ലിബറലിസത്തിൻ്റെ തന്നെ തണലിൽ സാധ്യമാവുന്ന ഒന്ന് മാത്രമാണോ ഈ ക്രിറ്റിക്കൽ തോട്ട് അല്ലെങ്കിൽ ക്രിറ്റിക്കൽ സോഷ്യൽ സയൻസിൻ്റെ പോസിബിലിറ്റി? അത് ഒരു എന്താണ്, ഒരു ഇല്ലിബറൽ എന്ന് പറയുന്നത് ഒരു റൈറ്റ് വിങ് ഇല്ലിബറൽ അല്ലാത്ത ഒരു ഇല്ലിബറൽ പോസിബിലിറ്റി സ്വതത്ത് സാധ്യമാകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പോലും പറ്റുന്ന ഒരവസ്ഥ ഉണ്ടോ?
ഭരതൻ മാഷ് ചോദിച്ച ചോദ്യത്തോട് ചേർത്ത് ചോദിക്കുകയാണ്. മാഷ് അവസാനിപ്പിച്ച അക്കാദമിക് ഫ്രീഡം എന്ന് പറയുന്ന സുന്ദരവിച്ചാണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ ഈ സമൂഹത്തിൽ ചെറിയ സ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജ് വരെ ഈ മതസ്ഥാപനങ്ങളുടെ കീഴിലാണ് പലതും ഉള്ളത്. ഈ അക്കാദമിക് ഫ്രീഡം എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലേക്ക് കുട്ടികൾ ഡാൻസ് കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് മതം പെട്ടെന്ന് ഇടപെടുന്നില്ല സമൂഹത്തിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണ് നമുക്ക് അക്കാദമിക് ഫ്രീഡം മൊത്തത്തിലായി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്? അത് വേണമെന്ന് പറയുന്നു. പക്ഷേ ഈ മതം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓൺ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മതപരമായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രീഡം നിലയിൽ ഉണ്ടാവും എന്ന് ചോദിച്ചു. I will think along with you. Yes, my response. എനിക്ക് ഭരതമാഷ് പറഞ്ഞതിൽ പ്രൊഫസർ അനിൽ മുൻപ് റേസ് ചെയ്ത ഒന്ന് ഇഷ്യൂസ് വരുന്നുണ്ട്. അതിനകത്ത് ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസസ് എന്നുള്ളത്, ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസസ് എന്നുള്ളത്, ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസ് എന്ന് കറക്റ്റ് പറഞ്ഞതിൽ അത് നമ്മൾ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അതിനകത്ത് ഹിസ്റ്ററി ഇതുമായിട്ടുള്ള ദൂരം വരുന്നത് ഏത് പോയിന്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ഹിസ്റ്റോറിക്കൽ പ്രാക്ടീസ് ഡിഫറെൻറ്റ് സ്കൂൾസ്. അപ്പോൾ പക്ഷെ അത് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് സോഴ്സസ് വേണം. ചരിത്ര സാമഗ്രികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ പറയുക എന്നുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ നോവലിൻ്റെ കോണ്ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പീരിയഡിൽ സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ച് ഇമാജിനേറ്റീവായിട്ട് ആലോചിക്കാൻ ഒരാൾ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ തടയേണ്ട ആവശ്യമില്ല. അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷെ അതിനെ നമ്മൾ കാണേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ഹിസ്റ്റോറിക്കൽ തിങ്കിങ് നൽകുക. പക്ഷെ അതിന് നമുക്ക് വാലിഡേഷൻ വരാൻ പറ്റണമെന്നില്ല. എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഒരു ചരിത്രപരമായിട്ടുള്ള തെളിവുകളുടെ കാര്യത്തിലല്ല, അത് പക്ഷെ വേറെ രീതിയിലാണ് അതിനകത്തുള്ള ഡിസ്കോഴ്സ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ സാമൂഹ്യ ബന്ധങ്ങളെ കുറിച്ചുള്ള ഇമാജിനേറ്റീവായിട്ടുള്ള റിക്രിയേഷൻ. അപ്പോൾ ഇത് നമ്മളിവിടെ മാത്രമല്ല, മറ്റു പല സ്ഥലങ്ങളിലും ഉദാഹരണം ഒരു പെസൻസിൻ്റെ എവറിഡേ ലൈഫിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് വരാം, അല്ലെങ്കിൽ എൻസ്ലേവ്ഡ് ആയിട്ടുള്ള ആളുകളുടെ എവറിഡേ ലൈഫിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻസ് നോവലിലുണ്ടാവാം, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് റൈറ്റിംഗ്സിലുണ്ട്. അത് ചില സംഗതികളിൽ വളരെ കൃത്യതയോടുകൂടി കറസ്പോണ്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ അലക്സ് ഡെയിലിയുടെ റൂട്ട്സ് എന്ന പുസ്തകം പലരും വായിച്ചിട്ടുള്ളതായി ഇവിടെ ഇരിക്കുന്നത്. ആ റൂട്ട്സിലുള്ള പല നാരറ്റീവ്സും ഹിസ്റ്റോറിക്കലി ഡോക്യുമെന്റഡ് വാലിഡേഷൻ ഉള്ളതാണ്. അതിൻ്റെ എവിടെ ലൈഫിനെ കുറിച്ച് പറയുന്നത്. ഇനി ഇതല്ലാണ്ട് തന്നെ ഒരുപാട് സ്ലേവ് നാരറ്റീവ്സ് പറയുന്നത് അല്ലെങ്കിൽ ഇന്റർവാർ പീരിയഡിൽ ഫെഡറൽ റൈറ്റേഴ്സ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആക്ച്വലി വളരെയേറെ സാദൃശ്യമുള്ള ഒരുപാട് നാരറ്റീവ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെ ഫിക്ഷണലൈസ് ചെയ്തിട്ട് അവർ എഴുതാറുണ്ട്, ഫിക്ഷണലൈസ് ചെയ്തിട്ട് എഴുതാറുണ്ട്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ആർട്ടിക്കുലേഷൻസ് ആണ്, റൈറ്റിംഗ്സ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഏത് രീതിയിൽ കാണുന്നു എന്നുള്ളത് ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസിന്റെ ഇമാജിനേഷൻ്റെ തലത്തിൽ നിങ്ങൾക്ക് എവരുടെ ലൈഫിനെ കുറിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊരു വാലിഡിറ്റി ഉണ്ട്. വാലിഡിറ്റി ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത് ഹിസ്റ്റോറിക്കൽ ഇമാജിനേഷൻ്റെ ലെവലിലാണ്. അതിന് പവർഫുൾ ആണ് ഇല്ലെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പറയാം ഈ ഏത് തരത്തിലാണ് അത്തരമൊരു സോഷ്യൽ മെമ്മറിയെ നമുക്ക് പഠിക്കാൻ പറ്റുക. അപ്പോൾ സോഷ്യൽ മെമ്മറിയുടെ ലെവലിലാണ് നിൽക്കുന്നത്, ഈ ഒരു ആശയം നിൽക്കുന്നത്. ആ സോഷ്യൽ മെമ്മറിക്ക് ഒരുപക്ഷെ 1-to-1 കറസ്പോണ്ടൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. സോഷ്യൽ മെമ്മറി ഹാസ് ഇറ്റ്സ് ഓൺ പ്രോട്ടോകോൾസ്. അത് കൺസ്ട്രക്റ്റഡ് ആണ്, അത് ട്രാൻസ്ഫോർമേഷൻ വിധേയമാവുന്നുണ്ട്. പലതരം രൂപങ്ങൾ അത് ആർജിക്കാൻ സാധിക്കും. ഈ സോഷ്യൽ മെമ്മറി ഉപയോഗിച്ച് എഴുതുന്ന ഹിസ്റ്ററീസിൽ എന്താ പറയുക, ഒരുപക്ഷെ വാലിഡേഷൻ ആയിരിക്കും അതിൽ പ്രധാനപ്പെട്ടത്. എങ്ങനെയാണ് ഈ ഒരു അനുഭവത്തെ കുറിച്ച് നമ്മൾ പറയാൻ സാധിക്കുക എന്നുള്ളതാണ്. എന്താണ് റൂത്ത് ലിങ്കർ എന്ന് പറയുന്ന ഒരു ജൂയിഷ് അമേരിക്കൻ സ്കോളർ, അവർ ഹോളോകോസ്റ്റിനെ സർവൈവ് ചെയ്തിട്ടുള്ള സ്ത്രീ പുരുഷന്മാരെ ഒരു 1980s റിസർച്ച് നടത്തി. 80s പുസ്തകം പബ്ലിഷ് ചെയ്തത്. അവരെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഈ അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് ഓഷ്വിറ്റ്സിനൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്, പല കടൽപ്പാറയിൽ രക്ഷപ്പെട്ടു പോകുന്ന ആളുകൾ, അവരെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ആണ് ഈ പുസ്തകം.
അതിനകത്ത് ഈ എക്സ്പീരിയൻസിനെ കുറിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ എന്താ പറയുക, ഈ ഡോക്യുമെന്ററി ഹിസ്റ്ററി ആയിട്ട് കറസ്പോണ്ട് ചെയ്യുന്ന തരത്തിലുള്ള ആളുകൾ സംഗതി ഉണ്ടാവാൻ സാധ്യത കുറവാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിലെങ്കിലും ഒരു 17th 18th സെഞ്ചുറിയിലെ ഓപ്പറസ്റ്റ് ആയിട്ട് ആളുകളുടെ ജീവിതത്തെ കുറിച്ചുള്ള ചില സൂചനകൾ നമുക്ക് ലഭ്യമാണ്. അത്തരം സൂചനകൾ വെച്ചുകൊണ്ട് ആൾക്കാർ എഴുതാറുണ്ട്. വെരി ടു പീപ്പിൾ റൈറ്റ്. അതിലൊരു ഇമാജിനേറ്റീവ് റിക്രിയേഷൻ നടക്കണം. ആ ഇമാജിനേഷന് ഒരുപക്ഷെ ഈ സാമൂഹ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായിട്ട് അടരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഒരു ആലോചനയുടെ വാതിൽ നമ്മളോട് തുറന്നിരിക്കുമായിരിക്കും. സോ ഐ തിങ്ക് ദാറ്റ്സ് എ വേ വി യൂസ് ടു റിയലി തിങ്ക് അബൌട്ട് ദാറ്റ്. ഈ പറഞ്ഞ ഉദാഹരണത്തെ ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ് ഇല്ലാത്തതുകൊണ്ട് അവരെ ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. സോ യു ഹാവ് ടു ലീവ് യുവർ ഇമാജിനേഷൻ. പക്ഷേ ഹിസ്റ്റോറിയനെ സംബന്ധിച്ചുള്ള പോസിബിലിറ്റിയാണ്, ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഒരു പോസിബിലിറ്റിയാണ്. ആ പോസിബിലിറ്റി ലെവലിൽ മാത്രമായിരിക്കും അതിനെക്കുറിച്ച് അവർ അഭിപ്രായം പറയുന്നത്. അതേസമയം കുറേ കൂടെ ഡോക്യുമെന്റ്സ് അവൈലബിൾ ആകുന്ന സമൂഹങ്ങളിൽ പലപ്പോഴും നമുക്ക് എന്താണ് ഈ ഒരു വല്ലാത്ത തരം കറസ്പോണ്ടൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ പറയുന്ന ഇത്തരം നറേറ്റീവ്സിലുള്ള അനുഭവങ്ങൾ തന്നെ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ 19th സെഞ്ചുറിയിലുള്ള പല മിഷണറി നാരേറ്റീവ്സും ഈ ട്രാവൻകൂർ നീതിനെ കുറിച്ചിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുള്ള വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു എവറിഡേ ലൈഫിൻ്റെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എലിമെൻ്റ് അതിനകത്തുണ്ട്. അത് ഒരേ സമയം തന്നെ ഫിക്ഷണലൈസ്ഡ് ആണ്. അത് റൈറ്റ് സെൻസിൽ ഫിക്ഷണലൈസ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടായിട്ടാണ് അത് നിലനിൽക്കുന്നത്. പക്ഷേ ദോസ് ആർ വെരി റിയൽ തിങ്സ്. And I wrote something on the basis of such documents from slavery, everyday experiences of Kalam, where you have the histories of blood, histories of murder, histories of apparitions, all these things come in. And these histories are not the kind of history, these are all documented histories. That's what I wanted to tell you. ഇത് സാധാരണ നമ്മൾ പറയുന്ന തരത്തിലുള്ള ഹിസ്റ്ററി ആയിട്ട് അംഗീകരിക്കപ്പെടണമെന്നില്ല. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സംബഡി ആക്സെപ്റ്റിംഗ് ഇറ്റ് ആസ് എ സ്റ്റഫ് ടു ബി ടോട്ട് ഇൻ എ ക്ലാസ് റൂം, ബട്ട് യു ക്യാൻ റൈറ്റ് ദാറ്റ്. അതിനകത്ത് ഈ പറഞ്ഞ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള നാരറ്റീവ് എലിമെന്റ് കടന്നു വരുന്നു. ദാറ്റ്സ് ദ പോയിന്റ്. സോ ഐ തിങ്ക് വി നീഡ് ടു റിയലി ലുക്ക് അറ്റ് ദാറ്റ് ആസ് എ ജോൺറർ ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റ് ആൻഡ് ടോക്ക് അബൌട്ട് ദാറ്റ്. And this is important at another level. Where if you want to write a history of emotions, I have written about it, spoken about it elsewhere, but I just want to draw your attention to that. If you want to do that, then that's a huge chunk of human experience. But you talk about emotions in a very different way. അപ്പോൾ അതിലൊരു ഈ പറഞ്ഞ ഉദാഹരണങ്ങളിൽ എത്രമാത്രം ഇമോഷൻസിൻ്റെ ഇത് വരുന്നുണ്ടെന്ന് എനിക്കറിയാം. മൈ ലാസ്റ്റ് ടൈം ഇപ്പോൾ ഒരു എന്താ പറയുക, ഈ ഫാമിലിയൽ റിലേഷനെ കുറിച്ച് ഏത് എക്സ്റ്റെൻറ്റ് വരെ നമ്മുടെ ഹിസ്റ്റോറിയൻസിന് പറയാൻ സാധിക്കുന്നതാണ്. കാരണം പലപ്പോഴും ഇത് എന്താ പറയുക, പുസ്തകങ്ങൾ കിട്ടാത്തതാവാം, പക്ഷേ ഡോക്യുമെൻറ്റ്സ് കിട്ടാത്തതാവാം. പക്ഷെ അതേസമയം ഫാമിലിയെ കുറിച്ച് പറയേണ്ട സന്ദർഭങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഫാമിലിയെ കുറിച്ച് പറയേണ്ട സന്ദർഭങ്ങളിൽ ഇപ്പോൾ പല ചരിത്രകാരന്മാർ മലബാറിൽ പഴയ ബന്ധുക്കത്തായ സമുദായം പോകുന്ന കാലത്തേക്കുള്ള കോടതി രേഖകൾ നോക്കിയിട്ട് ഈ കുടുംബ ബന്ധങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ച് പറയുക, അല്ലെങ്കിൽ ലിറ്റററി ആയിട്ട് അവശേഷിക്കുന്ന റൈറ്റിംഗ്സ് വെച്ചുകൊണ്ട് ഈ കുടുംബ ബന്ധങ്ങളുടെ ഈ ഒരു ഇൻറ്റൻസിറ്റിയെ കുറിച്ച് സംസാരിക്കുക. ഇത് വേറൊരു തരം കണക്റ്റിയാണ്. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനസ്സിലാക്കലിൻ്റെ വേറൊരു തലത്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. അത് പക്ഷേ ഇമോഷണൽ ഹിസ്റ്ററിയുടെ ഒരു തരം പറയുമ്പോഴേക്കും അത് ഇന്ന് ആക്സെപ്റ്റബിൾ ആണ്. ഇറ്റ് ഈസ് ആക്സെപ്റ്റബിൾ ടു ഹിസ്റ്റോറിയൻസ് when they want to talk about the history of emotions. പക്ഷേ ഈ ഹിസ്റ്ററി ഓഫ് ഇമോഷൻസ് രീതിയിൽ ആലോചിക്കുമ്പോൾ പോലും ഡോക്യുമെന്റ് മൈൻഡിലായിട്ടുള്ള സൊസൈറ്റീസ് പലപ്പോഴും നമുക്ക് ധാരാളം ഡോക്യുമെന്റ്സ് വാലിഡേറ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ പക്ഷെ നമ്മൾക്ക് ഇവിടെ കിട്ടണമെന്നില്ല. ബട്ട് ഐ ഹാവ് കം അക്രോസ് ഈ ഒപ്രസ് ക്ലാസ്സുകൾ ആളുകളുടെ ഇടയിൽ എന്താ പറയുക, കുടുംബങ്ങളെ കുറിച്ചും അച്ഛനും അമ്മയും മക്കളും അടങ്ങുന്ന യൂണിറ്റിൽ ഒരു വൈകാരിക അനുഭവങ്ങളെ കുറിച്ചുള്ള ഒരുപാട് നാരറ്റീവ്സ് ഉണ്ട്. So when you read that, then you can really write about it actually. With the help of modern social theory, you can reflect on that. That is possible. അതിൽ ഞാൻ മാഷ് പറഞ്ഞ ആശയം, അത് വോളസ്റ്റൈൻ പറയുന്ന ഈ ഹിസ്റ്റോറിക്കൽ സോഷ്യൽ സയൻസസിൽ ഇതിനെ ഹിസ്റ്റോറിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്.
അപ്പോൾ അതിന് അങ്ങനെ പറയുമ്പോഴേക്കും ഹിസ്റ്ററിയുടെ പ്രോട്ടോകോൾ എന്നുള്ളത് ഒരു റാങ്കിയൻ ഫാക്ച്വൽ അങ്ങനത്തെ നിന്ന് നമ്മൾ മാറുകയാണ്. പക്ഷേ ഇതിനകത്ത് അനിൽ മാഷ് പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ഫിക്ഷണലൈസ്ഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എത്തിക്കൽ ക്വസ്റ്റ്യൻ കംസ് ഇൻ. ethical question becomes very, very significant here. ആ ethical question ആണ് ഇതിനകത്ത് വാലിഡിറ്റി കൊടുക്കുന്നത്. So why I want to do this? ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് എനിക്ക് എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ള ചോദ്യം എന്നുള്ളത് അതിന് വാലിഡേറ്റ് ചെയ്യുന്ന സംഗതികൾ എന്താണ്? അപ്പം ഏതുതരം ഫിക്ഷണലൈസ്ഡ് അക്കൗണ്ടാണ് വാലിഡിറ്റി ഉള്ളത്? പല കാര്യങ്ങളും ഇപ്പോൾ ഹിസ്റ്ററി ലാംഗ്വേജിൽ ക്യാപ്ചർ ചെയ്യാറുണ്ട്. പിന്നെ അതിനെ പെട്ടെന്ന് ഒരു പാർട്ടീഷൻ നാരേറ്റീവ്സ് നോക്കുക, അത്തരം സ്റ്റഡീസ് നോക്കുക, അല്ലെങ്കിൽ അങ്ങനെ പലതും. ഉദാഹരണം എനിക്ക് പറ്റിയൊരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ബംഗാൾ വിഭജനത്തിൻ്റെ സമയത്ത് മാനാസിലെ he was my colleague at Calcutta. So he wrote an article. ഈ ഡാക്കയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് വരുന്നതിന് അവരുടെ അമ്മ ഗ്രാൻഡ് പാരൻസ് അദ്ദേഹത്തിൻ്റെ അമ്മയൊക്കെ അവിടെ ട്രാവൽ ചെയ്ത് പോയിരുന്നത്. അപ്പോൾ ചില ഫർണിച്ചർ ഐറ്റംസ്, പീസസ് ഓഫ് ഫർണിച്ചർ ദേ ക്യാരി. അപ്പം അതേ സോഷ്യൽ മെമ്മറി ടൈപ്പ് സ്റ്റഡി ഇത്തരം ഓബ്ജക്ട്സ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മാറും. അത് അതിനെക്കുറിച്ച് എഴുതുക. ഇപ്പോൾ സാധാരണയായിട്ടും എന്താണ് ഹിസ്റ്റോറിയൻസ് ദേ റൈറ്റ് അബൌട്ട് കമ്മോഡിറ്റീസ്, ദെയർ ഹിസ്റ്ററീസ്, ബട്ട് there are books on furniture and all these things are there now. പക്ഷേ ഇത് സാധാരണ ഒരു ഹിസ്റ്ററി, നമ്മുടെ ഇവിടുത്തെ ഹിസ്റ്ററിയുടെ പഠനത്തെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു മച്ച് അബൌട്ട് ആന്റി കൊളോണിയൽ സ്ട്രഗിൾസ്, മൂവ്മെന്റ്സ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഡോമിനേറ്റ്. സോ യു ഡോണ്ട് റിയലി ടോക്ക് അബൌട്ട് മെനി അതർ തിങ്സ്. നമ്മുടെ സമ്പ്രദായ ചരിത്രത്തിൽ മറ്റു പല സംഗതികളും എഴുതാത്തതുകൊണ്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു ഹിസ്റ്റോറിയോഗ്രാഫി ഉണ്ട്. ആ ഹിസ്റ്റോറിയോഗ്രാഫിയിൽ ഇപ്പോൾ മാഷ് പറഞ്ഞതായിട്ട് നമ്മൾ ഇമോഷൻസിൻ്റെ ഹിസ്റ്ററിയിലാണ് ഏത് രീതിയിൽ അതിനെ കൊണ്ടുവരാൻ സാധിക്കും. ദാറ്റ് ഈസ് എക്സർസൈസ്. വെൽക്കം തിങ്. ആൻഡ് maybe you have this certain things opened up in historical social sciences. അതിന് ഒപ്പോസിഷണൽ ആയിട്ടല്ല, അതിനെ മനസ്സിലാക്കാനുള്ള അത്തരം എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്നതിനുള്ള വേറൊരു തലമായിട്ട് I don't know if I made sense. Sorry. Anyway, so yes, അതിനുശേഷം രൂപേഷ് ചോദിച്ച ചോദ്യമാണ്. We can continue this discussion. രൂപേഷ് ചോദിച്ചത് ക്വിക്കായിട്ട് അത് ഞാൻ എഗ്രി ചെയ്യുന്ന പോയിന്റ്, ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസസിന്റെ സ്പേസ് ഒരു ലിബറൽ തോട്ടിലാണത്. അതിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ഇത്തരത്തിലുള്ള തിരിഞ്ഞു നിന്നിട്ടുള്ള ആലോചന എന്നുള്ളത്. പക്ഷേ ഒരു വലിയ തോതിലുള്ള ഈ റൈറ്റ് വിങ് ടേൺ വരുന്ന സമയത്ത് it becomes almost impossible. And who wants this? അപ്പോൾ അത് പിന്നെ ഉദാഹരണത്തിന് നമ്മൾ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്നുള്ളത് പക്ഷേ വി മൈറ്റ് തിങ്ക് ദാറ്റ് അത് വളരെ പഴയ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് അമേരിക്ക ഏറ്റവും റാഡിക്കൽ തിങ്കിങ് ആയിട്ട് സോഷ്യൽ കോൺട്രാക്ട്. ആ കാലം പോയ പോക്കിൽ സോഷ്യൽ കോൺട്രാക്ട്, കാരണം സോഷ്യൽ കോൺട്രാക്ട് കംപ്ലീറ്റ് പിന്നെ അണ്ടർമൈൻഡ് ആയിട്ട് സൊസൈറ്റിയെ മാറിക്കൊണ്ടിരിക്കുന്നത്. There you cannot talk about anything except what this gentleman feels as the right. But social contract itself can become a radical thing. And think about the rights of man. ഇതെല്ലാം ശരിക്കും നമ്മുടെ എന്താ പറയുക ഒരു ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസിലുള്ള ആളുകൾ പണ്ട് പൂർണ്ണ സംഗതികൾ പറഞ്ഞിട്ട് ഇത് അത് എനിക്ക് പറഞ്ഞാൽ മാവോയിസ്റ്റ് ലിറ്ററേച്ചറിന്റെ വലിയ സംഗതിയെ മാറിയിരിക്കും. So somebody could be arrested just for being holding this book, The Rights of Man. One could say that it was a very conservative kind of thing, but it's very valuable and it's very important if we look at the history of democracy. Right? Now at point I agree with that. Same thing with what is happening in India. So therefore, actually we should fight for liberalism. The classic liberalism is maybe our path to salvation, and not any of those radical things. Our democracy, avideയാണ് നമുക്ക് സോഷ്യൽ സയൻസിന്റെ റിവൈവൽ ആണ് യഥാർത്ഥത്തിൽ ഡെമോക്രസി ഗാഡി എന്നുള്ള ആശയത്തിന്റെ പ്രാധാന്യം അവിടെ കിടക്കുന്നത്. So I think all of us will one day turn as social scientists in our own way. So therefore, wherever we are, നമ്മൾ എവിടെയായാലും കോട്ടയത്തായാലും തിരുവനന്തപുരത്തായാലും ഓർ ന്യൂയോർക്കിലായാലും
The question is how much social scientists we are able to do. Well, thank you for raising this because now it's the full circle, you know, why we need the social sciences. Because it is when you have an onslaught on democracy. We are experiencing that. We need many more days to really do this. My last point, the academic freedom. I agree with many of your concerns. But എൻ്റെ question എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ what happens in Kerala, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി നമ്മുടെ പുറമേയുള്ള സുഹൃത്തുക്കൾ ഔട്ട്സൈഡ് കേരള, ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലുള്ള ആളുകൾ ആൻഡ് ഓൾസോ പീപ്പിൾ ഔട്ട്സൈഡ് ഈ അക്കാഡമിക് ഫ്രീഡത്തിൻ്റെ നമ്മുടെ ഇവിടുത്തെ അവസ്ഥകൾ. ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പലരും വിചാരിക്കുന്നു ഇവിടെ ഇടതുവശം ഭരിക്കുന്നതുകൊണ്ട് അക്കാഡമിക് ഫ്രീഡം. ഐ ടോട്ടലി ഡിസഗ്രി വിത്ത് ദാറ്റ്. I have many examples. I can give you many examples which many people might disagree with me. Yet that's a fact. For example, it's a very controversial thing. I don't mind because I am a very retired person. The point is, a Minister of Higher Education has no locus standi to suggest that you should not teach such and such things in the university. This is my understanding. But my friend has done that. When this problem arose in Kannur University. So there are so many things that I can tell you. So therefore the question is, as you said, the school level dance dance and I would say that in Kerala dance ഒരു കുട്ടി തിയറി കഴിക്കണം തോന്നുകയും അവർ തിയറി കഴിച്ചാൽ ഈ ലോകം മുഴുവൻ ഇടിച്ച് താഴോട്ട് വീണ് പോകത്തില്ല. നമ്മുടെ ഇവിടുത്തെ റോഡ് പോകുന്ന പോലെ ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. I tell my students, പലരോടും പറഞ്ഞതാണ്, one of the things I like in British universities that sometimes you enter the university through a bar. So the point is that you have to do it in a democratic manner. There are do's and don'ts. In any society like that, in the Western liberal institutions, there are do's and don'ts. We follow those do's and don'ts and don't disturb other people. These are basically the university bar or class of a government, you will be sent out. And also, students are supposed to go only to the student bar, not to the teacher's bar. So, I mean, these are, I take things as a light moment. Because I had a staff, identity that some of my student friends would ask me to take them to the senior common room. So, what I am suggesting is that academic freedom is much more than all this, and it encompasses all this. Actually, ഇതൊക്കെ അതിൽ ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ it also means that you are really into good academic production. പക്ഷെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി സാഡ് നൗ. കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് എല്ലാം വൻകിട ബിസിനസ്സുകാരാണ്, ബില്യണേഴ്സ്, ആൻഡ് ദേ ഗീവ് എ ഡാൻസ് ടു ദി ക്വസ്റ്റ്യൻ ഓഫ് അക്കാദമിക് ഫീൽഡ്. അങ്ങനെ അമേരിക്ക ഐവി ലീഗ് യൂണിവേഴ്സിറ്റീസ് എല്ലാം ഇത് സംഭവിച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ്. ദർ ആർ എക്സെപ്ഷൻസ് ഓഫ് കോഴ്സ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അക്കാദമിക് ഫ്രീഡം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഒക്കെയും ആവശ്യമാണ്. പിന്നെ ഈ സ്കൂൾ ലെവലിലാണെങ്കിൽ obviously we need a lot of kind of what I can say safeguards for children. Now it has become really bad. And I am happy that sometimes I say that it is good that our children are gone, but that's not an escape. That's just an escapism because we have our families, our friends, and the whole society suffering from many of the things. So we need restrictions at the school level because these are young kids, and we need to tell them what to do and what not to do. But when it comes to the situations where you can really give them good examples, like this particular example that you gave, I think people should not come up with arguments that this is going to destroy religion and so on. Religion has been destroyed by people of religion themselves. If you look at the histories of religion, I am also a partially religious studies person, right? Do a little bit of that. And I have my friend Dhruvesh here.
Those who study religion would know that many of the critiques and counter movements for religion came from within, as much as probably are from outside. So in our society, we live in a multicultural society, and that has to be respected. So in schools, the same in colleges, and we need to have what I can say, liberal kind of institutional setting. Once in, I should be excused for giving this example. I never give this case. Once in Kampala, some students of Macquarie University asked me to tell them about the colleges in Kerala, India. But they have seen colleges in these Bollywood movies. I told them that the Indian colleges would be where I never studied in Bombay or Delhi. Most boring places on earth. The places where I studied. I don't think the life was anyway comparable to that of places elsewhere. So therefore, we need a much more liberal atmosphere in colleges, in the relationship between students, among students, and also between teachers and students. We have huge deficits over there, this emotional repression and things of that kind. So if we can, that's the other side of it. We need to have this, and then show the actual academic work, and how can we transform this? What are the ways in which we can transform the institutional setting where freewheeling discussions are possible. So we need to really create an environment for that. So that is the other operational side. Now the other thing is that when it comes to academic freedom, everyone should have the freedom to express his or her ideas. Just for that, we should not land up in jail. That's the whole thing. And teaching any stuff could be taught. Now, I don't know that kind of things could be done. I had this experience of teaching Nalini Jamila's text in a classroom. I am not here of it. I don't know if such thing, probably it is being taught here now. So, likewise, this gentleman governor is asking whether you can teach that young rappers song. That's no nonsense. If the board of studies feels that this is good, one can debate whether board of studies has gone into all this, etc. But I think there is nothing wrong in teaching that. Anything could be taught. But given the fact that it creates a free society, that's what we are all afraid of. We are afraid of ruining my city. I don't think we are enlightened enough to think in terms of a free life, and therefore we unnecessarily create restrictions. And the other point is the political repression. As much as the central government is doing across the country, I do not know whether I do not agree with the fact that even in Kerala we find several. I wrote long back an article in Malayalam. I know the kind of academic field in Kerala. So I just looked at the 80s when I was in university, comparing it with what is happening now. I do find that there is a steep fall in academic field, and this is a nominous thing. That has to be resisted. And how do we do that? So therefore, at the level of imagining programs, academic programs, doing it, selecting readings, expressing opinions, all this, I think, teachers should be free, and the teachers should give that freedom to students also. So if freedom doesn't stop with the vice chancellor, or it doesn't stop with the HOD or the faculty members, it has to ultimately prevail everywhere. So therefore, we should have a real kind of churning of the system. But it's a very bad time actually we are living with. Because the prices we thought were prices of academic, everything has come down, toppling one after the other. And things are so much bad. So I have some good memories of some institutions. So I hope one day, things will change here also. I'm not saying that you should have a university bar, though, but that's only optional. In lighter moments you can think about it. But the real question is whether we have our heads held high as being, and that is where real knowledge production takes. So social sciences at the end of the day still have social sciences
And that's what, as a student of history, I feel that probably these are all momentary and all tyrants are gone for good, and our tormentors will also die. Yeah, that's it. So death is the great leveler. Thank you. നമ്മുടെ ഉറച്ച ബോധ്യങ്ങളെ വിളക്കുന്ന ഏതാണ്ട് 1.25 മണിക്കൂറായിരുന്നു നമ്മൾ കടന്നുപോയത്. അത് ഇല്ല, അത് നമ്മളത് അറിഞ്ഞില്ല അങ്ങനെ പോയി. അതിലൊരു ചെറിയ വിഷാദം നമുക്ക് ഉണ്ടാകേണ്ടത് നമ്മൾ ഗവേഷകർ അത് ക്രിയാത്മകമായി 2 പേര് അല്ലാതെ ഇടപെട്ടില്ല എന്നതാണ്. അധ്യാപകരാണ് ഇടപെട്ടത്. അധ്യാപകരും ഗവേഷകരാവാം. അതുകൊണ്ട് ഏതായാലും ഭാഷണ ഔദ്യോഗികമായി നന്ദി ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ ഭാഷണം ഔദ്യോഗികമായിട്ട് നാമം പറഞ്ഞു ഈ സെഷൻ അവസാനിക്കും. നന്ദി. ഈ ഭാഷണം പൂർവ്വം മലയാള സർവകലാശാല വിദ്യാർത്ഥിയുടെയും വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും അധ്യാപക സമൂഹത്തിൻ്റെയും പേരിൽ നന്ദി സമർപ്പിക്കുന്നു. Thank you very much.